കലാം അൽ അലീം മഹാജ്ഞാനിയുമായ അല്ലാഹുവിന്റെ. വൽ ഖമറ ചന്ദ്രനെ ഖദ്ദർനാഹു അതിനും നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. മനാസില ചില ഭൗമോപരിതലത്തിൽ ഒരു മാസത്തിൽ ചന്ദ്രനെ പ്രത്യക്ഷപ്പെടുക 28 രാത്രികൾ. അത് ഒന്നാം ഹിലാല് 2, 3 അങ്ങനെ അത് വളരും. ഒന്നാം ദിവസം അല്പനേരം ഉണ്ടാവുള്ളൂ, 2 അതിനേക്കാൾ കുറച്ചുകൂടെ ഉണ്ടാവും. അപ്പോഴും അതിന്റെ വട്ടം കൂടും, 3 കൂടും, 4 കൂടും, അങ്ങനെ കൂടി കൂടി അത് സമ്പൂർണതയിലെത്തും. എത്രയിൽ? 14 രാത്രിയിൽ. പിന്നെ അതിന്റെ പ്രകാശം മങ്ങി വരും, പിന്നെ അത് ചെറുതായി വരും. അതിങ്ങനെ വളർന്ന് 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 അങ്ങനെ അത് പോയി 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 പിന്നെ അത് വളരെ മങ്ങി 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 അത് അങ്ങോട്ട് വരും. പിന്നെ അവസാനം എന്താവുന്നറിയോ? അത് പിന്നെ നമ്മൾ ഈത്തപ്പനയുടെ കൊലച്ചില്ല പോലെ അത് ഇങ്ങോട്ട് വളയും. വളയെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കാഴ്ചയിലാണ്, നമ്മളെ കണ്ണിന്റെ ദർപ്പണത്തിൽ അത് കാഴ്ചയുടെ അളവിൽ അങ്ങനെ നിൽക്കൂ. സത്യത്തിൽ എന്തുകൊണ്ട്? സൂര്യന്റെ വെളിച്ചം കിട്ടുന്നതായി നമ്മൾ കാണുന്ന രേഖ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യത്തിൽ ചന്ദ്രന് സ്വയമായ വെളിച്ചം ഇല്ല. സൂര്യന്റെ വെളിച്ചത്തെ ആഗിരണം ചെയ്ത് സ്വീകരിക്കുന്ന വെളിച്ചം മാത്രമാണ് ചന്ദ്രത്തേത്. അതും നമ്മൾ നിൽക്കുന്ന ഈ അകലവും തമ്മിൽ അതിങ്ങനെ വളർന്ന് വളർന്ന് പിന്നെ അത് ശുദ്ധാവും. പിന്നെ അത് ഈത്തപ്പന കൊലച്ചില്ല പോലെ എങ്ങനെ ആയിത്തീരും. പിന്നെ അവിടുന്ന് വീണ്ടും വളരും, വളർന്ന് വളർന്ന് പിന്നെ എവിടെ എത്തും? സമ്പൂർണതയിലെത്തും. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അത് സമ്പൂർണതയിലെത്തും. പിന്നെയും അതാണ് ഇതിന്റെ അവസ്ഥ. ഈ കൊലച്ചില്ല പോലെ ആവാന്ന് പറഞ്ഞാൽ അതെന്താ? ഈത്തപ്പന തണ്ട്, ഈത്തപ്പനയുടെ കൊല കൊല എന്ന് പറഞ്ഞാല് അത് പഴയത് എന്ത് ചെയ്യുന്നറിയോ? അത് പഴയതായാൽ അതെന്താവും? മനസ്സിലായി? അതിന്റെ കൊലത്തണ്ട്, അതിന്റെ കൊലത്തണ്ടുണ്ടല്ലോ, അതിന് പറഞ്ഞുതരും. അങ്ങനെ കൗസ് പോലെ ഒരു വില്ല് പോലെ അങ്ങോട്ട് വളയും. അതേ അവസ്ഥയാണ് ചന്ദ്രനുണ്ടാവുക. അത് മെല്ലെ മെല്ലെ ചുരുങ്ങി 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 ഇങ്ങനെ വരും. പിന്നെ അവിടെ അത് വലിയതാവും. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രകൃതിക്ക് മുകളിൽ നിർത്തിയിട്ടുള്ള ഗോളങ്ങളിൽ അല്ലാഹു നിങ്ങളെ സമയം കണക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഹിക്മത്തുകളെ നിങ്ങളെ പഠിപ്പിക്കാനാണ്. സത്യത്തിൽ ഒന്നും ആവണില്ല. സത്യത്തിൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാസാവസാനോ മാസാദ്യോ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഉറങ്ങല്ലേ, ചിന്തിക്കുക എന്തായി പറഞ്ഞത്. ചന്ദ്രന്റെ ഒരു ഭാഗം ഹിലാലാവുമ്പോൾ അതിന്റെ ബാക്കി ഭാഗം ചന്ദ്രൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ സംഭവിച്ചത്? സൂര്യന്റെ വെളിച്ചം തട്ടുന്നതായി നമ്മൾക്ക് അനുഭവിച്ച ഭാഗം ചെറുതായതാണ്. സൂര്യന്റെ വെളിച്ചം തട്ടുന്നതായി നാം കാണുന്ന ഭാഗം ചെറുതായി പോയതാ. അതിങ്ങനെ ചെറുതായതാ. പിന്നെ ലേശം വളർന്ന് വളർന്ന് 14 രാവിൽ പൂർണ്ണചന്ദ്രം. അതാണ് അൽ ബദറുൽ മുനീർ, പ്രകാശം പൊഴിക്കുന്ന ബദർ. ബദറാണ് 14 രാവിലെ ചന്ദ്രൻ സമ്പൂർണ്ണാവസ്ഥയിലാണ്. 14, 14, 28 കറുത്ത അമാവാസി 2. മനസ്സിലായില്ലേ? പിന്നെ അത് കുഴച്ചില്ല തണ്ട് പോലെ കാണും, പിന്നെ അത് വലുതാവും. ഇതെല്ലാം അല്ലാഹു തആല എന്തിനാ ചെയ്തത്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളെ കണക്കാക്കാനുള്ളതാണ് ചന്ദ്രൻ, ഡെയിലി സമയം കണക്കാക്കാനുള്ളതാണ് സൂര്യൻ. ഉറങ്ങണ്ട, പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കി. രണ്ടിനും രണ്ടാണ്. മാസങ്ങളെ കണക്കാക്കാനുള്ളതാണ് എന്ത്? ചന്ദ്രൻ.
ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ഹിലാലുകൾ എന്താണെന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. അത് മനുഷ്യനെ കാലങ്ങളെ കണക്കാക്കാനുള്ള ഉപാധിയാണ് എന്ന് അവരോട് മറുപടി പറഞ്ഞേക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 180 ശേഷം ഉണ്ടാവും ഈ ആയത്ത്. ഒന്ന് നോക്കി, 180 ശേഷം ഉണ്ടാവും ആയത്ത്. يسألونك عن الأهلة قل هي مواقيت للناس والحج قل هي مواقيت للناس يسألونك عن الأهلة والحج قل هي مواقيت للناس يسألونك عن الأهلة. കണ്ടോ? ഓക്കെ, 89 കണ്ടില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. ആയത്ത് നോക്കിക്കോട്ടോ. മനുഷ്യന് പൗരാണിക കാലത്ത്, ഈ ചരിത്രാധീന കാലത്ത്, പൗരാണിക കാലത്ത് മനുഷ്യർക്ക് ഈ ഗോളങ്ങളെ കുറിച്ചുള്ള ഒരു തരം മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ്. അവർക്ക് അതിൽ നേരായ ആസ്ട്രോണമിയുടെ വിജ്ഞാനത്തിലേക്ക് വെളിച്ചം കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ്. ലോകത്തെ 2 ജനതയായി ഉണ്ടായിരുന്നുള്ള വിജ്ഞാനികൾ. വിജ്ഞാനത്തിന്റെ ബേസ് ഉണ്ടായ 2 ജനതയെ ലോകത്തുള്ളൂ. ഒന്ന് അറബികൾ, ഒന്ന് ഗ്രീക്കുകാർ. പറഞ്ഞത് ലോകത്ത് വിജ്ഞാനത്തിന്റെ ബേസുള്ള 2 ജനതയെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അറബികൾ, ഒന്ന് ഗ്രീക്കുകാർ. ഈ 2 ജനതയാണ് ലോകത്തെ വിജ്ഞാനത്തിന്റെ തറവാട്. ഈ 2 ജനതയാണ്. എന്നാൽ ഈ ജനതകളെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിന്റെ ബേസിക്കലി ഭാഷ അവർക്ക് വശമായിരുന്നു. ഉദാഹരണം, ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യം കൈകാര്യം ചെയ്തിരുന്നതും ഇവർ 2ആണ്. ആരൊക്കെ? ഒന്ന് അറബികളും ഒരു ഗ്രീക്കുകാരും. അവർക്ക് സമർത്ഥമായ ഭാഷയുണ്ടായിരുന്നു. അവരുടെ ഭാഷയാണ്, ഗ്രീക്കുകാരുടെ ഭാഷയാണ് യവന ഭാഷ. യവന ഭാഷയുടെ ആൽഫബറ്റ്സ് ആണ് ABCDEFG. അതിന് സ്വന്തം ലിപി ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് കടമെടുത്തതാണ്. ഇംഗ്ലീഷിന് സ്വയം ലിപിയില്ല. യവന ഭാഷയിൽ നിന്ന് റോമക്കാരുടെ ലിപി ഇംഗ്ലീഷുകാർ കടം വാങ്ങിയതാണ്. ഏത്? ABCD. അപ്പൊ ബേസിക്കലി ഭാഷയുള്ള ഒരു ജനതയാണവർ, റോമക്കാർ, ഗ്രീക്കുകാർ. അതേപോലെ അറബികൾ, അവർക്ക് സ്വയമായ ഒരു ഭാഷ ഉണ്ടായിരുന്നു. ആ ഭാഷയിൽ കരുത്തുള്ള സാഹിത്യവാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഉണ്ടായിരുന്നത് അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. കാരണം ഭാഷ ഉണ്ട്, പക്ഷെ ആ ഭാഷയിൽ സത്യമായി വിഷയീഭവിപ്പിക്കാവുന്ന വിജ്ഞാനം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ സാഹിത്യങ്ങൾ 2 കാര്യത്തിലായിരുന്നു. ഒന്ന് അന്ധവിശ്വാസം, 2 സെക്സ്. ഒരു വിഷയമില്ലാത്ത ആളുകൾ വർത്താനം പറയുമ്പോഴാണ് എന്ത് പറയാ? സെക്സ് പറയാം. ഒരു വിഷയമില്ലാത്ത വിഷയമാണ് സെക്സ്. വിഷയമുള്ളവർക്ക് നേരിട്ടില്ല. ഒരു പണിയില്ലാതെ ഇങ്ങനെ കല്ലട്ടിമ കയറി ഇരിക്കുന്നവർക്ക് അതല്ലാതെ പറയാനൊന്നും ഉണ്ടാവില്ല. തല കൊടുത്ത് തിരിയണം.
ഭാഷ അവരുടെ കൈവശമുണ്ട്, പക്ഷെ അവർക്ക് വിഷയമില്ല. വിഷയമില്ലാത്തവരുടെ വിഷയമാണ് സെക്സ്. പിന്നെ അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസവും സെക്സും ആയിരിക്കും വിഷയമില്ലാത്തൊരു വർത്തമാനം പറയാം. കാരണം അവർക്ക് ഭാഷ ഉണ്ട്, പക്ഷെ എന്തില്ല, വിഷയമില്ല. ലോകത്ത് രണ്ട് ജനതയ്ക്ക് ഭാഷ ഉണ്ടായിരുന്നു, മറ്റൊരു അതുമില്ല. അതാണ് ഏതെല്ലാം? ഒന്ന് അറബികളും ഒന്ന് ഗ്രീക്കുകാരും. ആ രണ്ടിൽ നിന്നും കടം കൊണ്ടതാണ് ഇന്ത്യക്കാർ. ഇന്ത്യൻ സംസ്കാരം എന്നാൽ ഗ്രീക്ക് സംസ്കാരത്തിന്റെയും അറബ് സംസ്കാരത്തിന്റെയും സംഗമവേദിയാണ്. രണ്ടും കൂടി ചേർന്നാണ് ഇന്ത്യൻ സംസ്കാരം. ഇതിൽ അറബികളുടെ സ്വാധീനമുണ്ട്, അതേപോലെ ഗ്രീക്കുകാരുടെ സ്വാധീനമുണ്ട്. ഈ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഷ ഉണ്ടായിരുന്നു, പക്ഷെ വിഷയമില്ല. അതുകൊണ്ട് അവര് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതരായിരുന്നു. അവർക്ക് ഗോളങ്ങളെ പറ്റി അറിയില്ല. അറബികൾ ഗ്രീക്കുകാർ എന്ന ഈ രണ്ട് വിഭാഗമാണ് സത്യത്തിൽ ലോകത്തെ സഞ്ചാരികൾ. അതിൽ പ്രാഥമിക സഞ്ചാരികൾ അറബികളാണ്. സഞ്ചാരികൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? സഞ്ചാരികൾ ലോക സംസ്കാരത്തിന്റെ വേദിയായിരിക്കും. സഞ്ചാരികളെ ലോകത്ത് കണ്ട എല്ലാം നല്ലതും കൗതുകമുള്ളതും പകർത്തും. അതുകൊണ്ട് സഞ്ചാരികളെ കയ്യിൽ കാണുന്ന സംസ്കാരത്തിന്റെ അപ്പുറത്തെ സംസ്കാരം ലോകത്തുണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അറബികൾ അന്ധവിശ്വാസത്തിലായിരുന്നു, ഗ്രീക്കുകാരും അന്ധവിശ്വാസത്തിലായിരുന്നു. ഗ്രീക്കുകാർ അന്ധവിശ്വാസത്തിലാണ് പറയേണ്ടതില്ല, കാരണം അവരുടെ പ്രധാന ദൈവം സൂര്യനാണ്. ഗ്രീക്കിൽ നിന്ന് വന്ന ലോകം കണ്ട ഒരാളാണ് ഗ്രേറ്റ് അലക്സാണ്ടർ. അയാൾ സൂര്യാരാധകനാണ്. BC 3-ാം നൂറ്റാണ്ടിൽ. മനസ്സിലായോ? ഗ്രീക്കിൽ നിന്ന് ലോകത്ത് വന്ന ഒരാളാണ് ആര്? മാസിഡോണിയയിലെ ഫിലിപ്പിന്റെ മകൻ അലക്സാണ്ടർ. ഈ അലക്സാണ്ടർ BC 3-ാം നൂറ്റാണ്ടിലാണ് വരുന്നത്. അയാൾ സൂര്യാരാധകനാണ്. എന്നാൽ അയാൾ കഴിവുകൊണ്ട് ലോകം മുഴുവൻ പിടിച്ചടക്കിയാണ്, പക്ഷെ വിജ്ഞാനം കൊണ്ട് അയാൾ വട്ടപ്പൂച്ച. എന്തുകൊണ്ട്? അയാൾ സൂര്യനാണ് ഭക്ഷണം നടന്ന ആളാണ്. ആര്? ഗ്രേറ്റ് അലക്സാണ്ടർ. അന്ധവിശ്വാസത്തിന് ഇതിലല്ല അന്ധവിശ്വാസമോ? അപ്പൊ അവർ പടച്ചോന് പകരം കണ്ടിരുന്ന ആളാണ് ആര്? സൂര്യൻ. അപ്പൊ അവർ അന്ധവിശ്വാസം എത്രയാ? മനസ്സിലായോ? അറബികൾക്ക് അവർക്ക് കണ്ടതൊക്കെ അവർക്ക് ദൈവമായിരുന്നു. എന്നിട്ടൊരു തരം നിരീശ്വരത്വം ഉണ്ടായിരുന്നു. കണ്ടതിലൊക്കെ ദൈവത്വത്തെ കാണാൻ, പിന്നെ നിരീശ്വരത്വത്തിലേക്ക് പോവാ. അത് പിന്നെ ഒന്നിനും വിശ്വാസമില്ലാതെ ആവുക. എല്ലാം കൗതുകമായി ആരാധിക്കുക. ആ ഒരു നയമാണ് ആരുടേത്? അറബികളുടെ. ഈ രണ്ട് വിഭാഗം അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ അവർ പ്രകൃതിയിൽ കാണുന്ന ഗോളങ്ങളെ മിഥ്യ സങ്കല്പങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ച് പലതും മെനഞ്ഞു വെക്കും. അതിൽപ്പെട്ടതാണ് എന്തോ ഒരു കോട്ടാമ്പിയായിട്ടാണ് അവർ ഹിലാലിനെ കണ്ടിരുന്നത്. ചന്ദ്രക്കല. ചന്ദ്രക്കല എന്തോ വലിയ അത്ഭുതമാണ്, വലിയ വിഷമായി അവർക്ക് തോന്നും. അപ്പൊ അവര് ചന്ദ്രക്കല അവർക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ചന്ദ്രക്കലയെ കുറിച്ച് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. കുൽ നബിയെ, തങ്ങൾ പറയുക, അത് കാലങ്ങൾ നിർണയിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. ഹജ്ജിനെയും. എന്താ പിന്നെ പറഞ്ഞ് ആ ആയത്ത് ബാക്കി നിങ്ങൾക്ക് അതിൽ അന്ധവിശ്വാസം ഇപ്പൊ ഞാൻ പറഞ്ഞതാ. പുണ്യമെന്നത് അല്ല വീട്ടിന്റെ പുറം ഭാഗത്തൂടെ വീട്ടിൽ പ്രവേശിക്കുക എന്നതല്ല പുണ്യം. അതായത് ചന്ദ്രക്കല ഉദിക്കുന്ന സമയത്ത് അവർ മുൻവാതിലൂടെ കയറൂല. രണ്ട് തരത്തിലായിരുന്നത്ര ചന്ദ്രക്കല ഉദിക്കുന്ന ആ സീസണിൽ ഉദയക്കല, അതായത് മാസത്തിന്റെ പിറവിണ്ടല്ലോ, ആ സമയത്ത് അവർ രണ്ട് വിധത്തിലാ വീട്ടിൽ കയറുക. എങ്ങനെ? വീട്ടിൽ നിന്ന് പുറത്തു പോയ ആളുകൾ രണ്ട് തരത്തിൽ വീട്ടിൽ പ്രവേശിക്കും. ഒന്ന്, വീട് ടെന്റ് ആണെങ്കിൽ ബാക്കിലൂടെ കയറും. വീട് യഥാർത്ഥ വീട് ഉണ്ടാക്കിയ വീടാണ് എങ്കിൽ അവർ ഒരു മാളം പോലെയുള്ള ഒരു
എന്നിട്ട് അവരെന്ത് ചെയ്യും? കോവണി വെച്ചിട്ട് മുകളിൽ കയറും. എന്നിട്ട് ആ ദ്വാരത്തിലൂടെ താഴത്തേക്ക് ആവും. അങ്ങനെ ആയത്ത് നോക്കി വലയിസൽ ചന്ദ്രക്കരയെ പറ്റി പറഞ്ഞ ഉടനെ എന്താ പറഞ്ഞ? വീട്ടിന്റെ ലഹറിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ബാക്കിലും ലഹർ എന്ന് പറയും, മുഗൾ ഭാഗത്തിലും ലഹർ പറയും. തിരിഞ്ഞോ? അതായത് ചന്ദ്രക്കല പിറവിക്കലയുടെ സമയത്ത്, മാസത്തിന്റെ പിറവിയുടെ സമയത്ത് അറബികളുടെ ശൈലിയാണ്. അറബികളുടെ കയ്യിലാണ് സാഹിത്യമുള്ളത്, അവരാൾക്കാണ് വിവരമുള്ളത്. അവരെ പോലും അവസ്ഥ എങ്ങനെയാണ്? ഉദയക്കല നടക്കുന്ന ആ 1-2 ദിവസങ്ങളിൽ അവരെന്താ ചെയ്യാ? കാരണം കുട്ടിയെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറിലൂടെ കയറൂല. അവർ രണ്ടവസ്ഥയിലെ വീട്ടിൽ പ്രവേശിക്കുള്ളൂ. ഒന്നിരിക്കൽ പെൻഡായി നാടോടികളാണ്. രണ്ടവസ്ഥ ഉണ്ട് അറബികളെ വീടുകൾക്ക്. അവര് പെൻഡ് കിട്ടും, തുണികൾ കൊണ്ട്. അത് നാളെ പറിച്ചപ്പുറത്ത് കിട്ടും. കാരണം അവരുടെ നാടോടി ജീവിത, പ്രധാനമായും അവരുടെ കൃഷി ആട. അപ്പോൾ അവരെന്ത് ചെയ്യും? ആടിന് വെച്ച് മാറി മാറി പറക്കും. ഓരോ വീട് ടെന്റ് വീടുകളാണ്. പിന്നെ നഗരങ്ങൾ ഉണ്ടായി, കൊച്ചു കൊച്ചു നഗരങ്ങൾ. ആ നഗരങ്ങളിലാണ് സ്ഥിരമായ വീടുണ്ടാവുക. രണ്ടുകൂട്ടർക്ക് ഈ അന്ധവിശ്വാസമുണ്ട്. ടെന്റ് വീടാണെങ്കിൽ മേലെ കൂടി ചാടാൻ പറ്റൂലല്ലോ. കാരണം എന്താണ്? പാറ എന്താണ്? തുണിയല്ലേ. അപ്പൊ മേലെ കൂടി ചാടാൻ പറ്റോ? ഇല്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? ടെന്റിന്റെ മുൻഭാഗത്തൂടെ വരൂല, ബാക്ക് ഡോറിലെ വീട്ടിൽ കയറുള്ളൂ. ഉദയക്കലകളുടെ സമയത്ത്, പിറവി നടക്കുന്ന സമയത്ത്, എല്ലാ മാസത്തിന്റെയും. ഹജ്ജിന്റെ സീസണിൽ അത് ശക്തമാണ് അവർക്ക്. ഹജ്ജിന്റെ കാര്യത്തുള്ള ഭയങ്കര, വല്ലാതെ ശ്രദ്ധിക്കും. സ്ഥിരമായി ഉണ്ടാക്കിയ വീടാണ് എങ്കിൽ ആ വീടുകളിൽ അവരെന്തു ചെയ്യും? ഈ പിറവിക്കലകളുടെ ഈ സമയത്ത്, മാസത്തിന്റെ 1, 2, 3 ദിവസങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു കോണി വെക്കും. ഫ്രണ്ട് ഡോർ ഉണ്ടായിട്ട് പുറത്ത് പോയ ആള് കോണി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ദ്വാരം, ഒരു മാളം നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കും ആ വീട്ടിന്. ആ സമയത്ത് അത് ബാക്കിയുള്ള സമയത്ത് അടച്ചിടും, പിറവിക്കലകളുടെ സമയത്ത് തുറന്നിടും. എന്നിട്ട് ഈ കോണി വെച്ചിട്ട് നേരെ ഈ മാളത്തിലൂടെ നേരെ വീട്ടിന്റെ അകത്തേക്കുന്നത് ഡൈനിങ് ഹാൾക്ക് ചത ചെയ്യാം. അങ്ങനെ അവരുടെ പരിപാടി. അങ്ങനെ ആണ് ആയത്തിട. ഇത് ഖുർആനായത്തെങ്കിലും ഇല്ല. നിങ്ങൾ പറയുക എന്തൊക്കെയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഖുർആനായത്താ. പുണ്യമല്ല വീട്ടിന്റെ മുകൾ ഭാഗത്തൂടെയോ ബാക്കിലൂടെയോ വരിക എന്നതല്ല പുണ്യം. പടച്ചോനെ പേടിക്കുന്നവൻ ചെയ്യുന്ന കർമ്മമാണ് പുണ്യം. ഏത് സീസണിലും വീട്ടിന്റെ ഫ്രണ്ട് ലോഡിലൂടെ കയറി വന്നിട്ട് പടച്ചോനെ പേടി ജീവിച്ചോളി, ലഅല്ലക്കും തുഫ്ലിഹൂൻ. അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇതൊരായത്താ, ഒരു അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന ഒരായത്താ. അപ്പോൾ പിറവിക്കലകളെ, ചന്ദ്രനെയും സൂര്യനെയും ആ കാലത്ത് ജനങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ആസ്ട്രോണമി വികസിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊരു ശാസ്ത്രം തന്നെ ആയിരുന്നില്ല. അതിനേക്കാൾ വലിയ കൂട്ടരാണ് ആര്? ഗ്രീക്കുകാർ. ഗ്രീക്കുകാർക്ക് ഇത് മാത്രമല്ല, ഗ്രീക്കുകാർക്ക് നേരെ വെളുത്താൽ സൂര്യനെ കുറെ നേരം ഇരുന്നിട്ട് ചൊല്ലി പറഞ്ഞ് ആരാധിച്ചാൽ അവർ എണീക്കുള്ളൂ. സൂര്യ നമസ്കാരം. ആ സൂര്യ നമസ്കാരമാണ് ഈ ആയുർവേദക്കാർ പകർത്തിയത്. ഗ്രീക്ക് ചികിത്സാ മുറകൾ പകർത്തിയതാണ് എന്ത്? ആയുർവേദം. അതിൽ നിന്നുണ്ടായതാണ് ഇന്നത്തെ യോഗ. അത് പറഞ്ഞത് മനസ്സിലായോ? അതിലൊക്കെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സൂര്യൻ. ഇത് രണ്ടിനെയും ആ ജനങ്ങൾ വലിയതായി കാണും. സൂര്യനെയും പേടിക്കും, ചന്ദ്രനെയും പേടിക്കും, എല്ലാം. ഈ രണ്ട് വിഭാഗീയ ലോകത്തുള്ളൂ. ഈ രണ്ട് വിഭാഗത്തിൽ നിന്നുണ്ടായതാണ് മാനവ സംസ്കാരങ്ങളെല്ലാം. ഒന്ന് അറബികൾ, ഒന്ന് ഗ്രീക്കുകാർ. ഈ രണ്ട് വിഭാഗേ ലോകത്ത് ഉള്ളൂ. അത്രയേ ഉള്ളൂ. ലോകത്ത് രണ്ട് വിഭാഗേ ഉള്ളൂ. സംസ്കാരം കൊണ്ടും വിജ്ഞാനം കൊണ്ടും
ലോകത്തെ അറിയപ്പെട്ട വിഭാഗങ്ങൾ 2 വിഭാഗങ്ങൾ മാത്രമാണ്. അതൊന്ന് ഗ്രീക്കുകാരാണ്, ഒന്ന് അറബികളാണ്. ആ കാലത്ത് അവരുടെ രീതി അങ്ങനെയാണ്. അവർക്ക് വിജ്ഞാനം എന്ന ഭാഷ ഉണ്ട്, വേറെ ഒന്നുമില്ല. അവർക്ക് പിന്നെ വിജ്ഞാനം കൊടുത്തത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ആസ്ട്രോണമി, വാനനിരീക്ഷണ ശാസ്ത്രം, അതിന്റെ ബേസാണ് എന്ത്? ഖുർആൻ. ഗ്രീക്ക് സംസ്കാരത്തിനാണ് യൂറോപ്യൻ സംസ്കാരം ഉണ്ടായത്. ആ യൂറോപ്പുകാരാണ് ഇപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാരായി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഗ്രീക്ക് സംസ്കാരത്തിന്റെ തുടക്കം എന്താണ്? റോമൻ സംസ്കാരമാണ്, ഗ്രീക്ക് സംസ്കാരമാണ്. ഗ്രീക്കുകാർക്ക് സൂര്യനും ചന്ദ്രനും ദൈവമാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും അതിനെ ശാസ്ത്രമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയില്ല. അറബികൾ അന്ധവിശ്വാസത്തിന്റെ മുപ്പിലാണ്. കാരണം ചന്ദ്രക്കല കാണുമ്പോൾ വരെ അവർ പെരേക്ക് ചാടുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ സമയത്ത് പറന്റെ ഉള്ളിൽ കയറാൻ പറ എന്തായിരുന്നു അറിയണ പറ, ആ പറ ആ സമയത്ത് വീട്ടിന്റെ ഫ്രണ്ട് ഡോറിലൂടെ കയറാൻ പറ്റൂലെന്നാണ് അവരുടെ വിശ്വാസം. പോയാൽ പിന്നെ ആ കൊല്ലം കഴിഞ്ഞെന്ന് അവർ വിചാരിക്കുന്നത്, ആ മാസത്തിന്റെ കഥ കഴിഞ്ഞേന്ന്. അതുകൊണ്ടാണല്ലോ ചന്ദ്രക്കലനെ കാണുമ്പോൾ റസൂലുള്ള പറഞ്ഞ പിന്നെ ദിക്ർ നിങ്ങൾക്ക് അറിയില്ലേ? ഈ മാസം അവിടെ ചൊല്ലിയവർ കൈപൊക്കി. ഈ മാസം ചന്ദ്രക്കല ഈ മാസം കണ്ടോര് കൈപൊക്കി. അത് ആദ്യം പറയാം. 1, 2 എന്റെ മനുഷ്യന്മാര്, നിങ്ങൾക്കൊക്കെ എത്ര വലിപ്പുണ്ടല്ലോ. ചന്ദ്രക്കല വരെ കാണാത്ത ഒരു കൗമ. ഞാൻ എല്ലാ മാസത്തിന്റെയും ചന്ദ്രക്കല, അത് ദിക്റില്ലണ്ടേ, അത് കാണണ്ടേ? 1 ആയാലും 2 ആയാലും 1, 2 ചന്ദ്രക്കല കലയായി നോക്കുമ്പോ ഒന്ന് മേബൽ നോക്കണം. ആ ദിക്ർ എഴുതണം. എന്താ ദിക്ർ? ആ ദിക്റിൽ പോലും തൗഹീദാ. എന്തിനാണത്? അബദ്ധവിശ്വാസങ്ങളെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ കേവല ഗോളങ്ങളാണെന്ന് സമർത്ഥിച്ചതിൽ നിന്നാണല്ലോ ആസ്ട്രോണമി ഉണ്ടായത്. അത് ദൈവങ്ങളാണെന്ന് സമർത്ഥിച്ച അതിൽ നിന്ന് വാനനിരീക്ഷണ ആസ്ട്രോണമി ഉണ്ടാവോ? അപ്പോൾ ഈ ആസ്ട്രോണമിയെ സത്യത്തിൽ കൊണ്ടുവന്നത് ആരാ? ഖുർആൻ. മനസ്സിലായില്ലേ? ലോകത്തെ ഇന്ന് കാണുന്ന എല്ലാ വികസനങ്ങളുടെയും അടിസ്ഥാനമാണ് വാനനിരീക്ഷണ ശാസ്ത്രം, ഗോളശാസ്ത്രം. ഈ ഗോളശാസ്ത്രം ഒരു കാലത്ത് അബദ്ധമാണ്. കാരണം ആ ഗോളങ്ങളെ മനുഷ്യൻ ദൈവ സമാനമായി, ഒരു കൂട്ടർ ദൈവം, ഒരു കൂട്ടർ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രം. ലോകത്ത് ആകെ വിജ്ഞാനം ഉണ്ട് എന്ന് പറയപ്പെടാവുന്ന 2 വിഭാഗം, അറബികളും ഗ്രീക്കോരും മാത്രം. വേറൊരു വിഭാഗമില്ല ലോകത്ത്. മനസ്സിലായോ പറഞ്ഞത്? അതിൽ അറബികൾക്ക് അന്ധവിശ്വാസ സൂര്യനും ചന്ദ്രനും. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ദൈവം. അപ്പൊ ആ വിഭാഗങ്ങളിൽ എങ്ങനെയാണ് പിന്നെ ശാസ്ത്രം ഉണ്ടാവുക? അപ്പോൾ ഇന്ന് കാണുന്ന ഈ വികസിത ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തെ കൊണ്ടുവരികയാണ് ആര് ചെയ്തത്? ഖുർആൻ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. അതാണ് ഈ ചന്ദ്രക്കലയെ കാണുമ്പോഴുള്ള ദിക്റ്. നമ്മൾ ചിന്തിക്കുക, ചന്ദ്രക്കലയെ കാണുമ്പോൾ എന്തിനാ അങ്ങനെ ദിക്റെല്ലാം പുണ്യ റസൂൽ പഠിപ്പിച്ചു? بالسلامة والإسلام والإيمان ربي وربك الله هلال خير ورشد എന്ന് ചൊല്ലൽ സുന്നത്താ. ഞാൻ ഈ കഴിഞ്ഞ മിഞ്ഞാന്ന് അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. ആ മാസത്തിന് മൊത്തം റാഹത്താ. അതൊന്ന് മേപ്പോട്ട് നോക്കണം. ആ സമയത്ത് വന്ന് നോക്കാം. ദിക്റില്ല എല്ലാം അത് ആ സമയത്ത് തന്നെയല്ലേ ചെല്ലാൻ കഴിയുള്ളൂ. ആ ദിക്ർ ചെല്ലണമെങ്കിൽ എന്ത് വേണം? ഹിലാലിന്റെ സമയത്ത് മേപ്പോട്ട് നോക്കണ്ടേ? അത് ആ മാസം വരുമ്പോ നമുക്ക് ഓർമ്മ വരും. اللهم أهله علينا بالأمن والسلامة والإسلام والإيمان ربي وربك الله هلال خير ورشد اللهم أهله علينا بالأمن والسلامة بالأمن والسلامة والإسلام والإيمان اللهم أهله علينا അല്ലാഹുവേ ഈ ഹിലാലിനെ നീ ഞങ്ങളെ മേൽ ആക്കിയണമേ ബിൽ അംനി നിർഭയത്വത്തിന്റെ കൂടെയും വസ്സലാമത്തി രക്ഷയോടുകൂടെയും വൽ ഇസ്ലാമി വൽ ഈമാൻ ഇസ്ലാം ഈമാനോടുകൂടെയുള്ള ചന്ദ്രകലയായ ഒരു ചാന്ദ്രിക മാസമാക്കിയണമേ ഈ മാസം. എന്നിട്ട് ചന്ദ്രനെ ഇജ്ജൊരു ചുക്കുമല്ല റബ്ബി വ റബ്ബുക്കല്ലാഹ്. പിന്നെ ചന്ദ്രനോട് പറയാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. മനസ്സിലായില്ല? അറബികൾക്കും ഗ്രീക്കുകാർക്കും സൂര്യനെയും ചന്ദ്രനെയും പേടിയ ഈ ദിക്ർ മുസ്തഫ നബി കൊണ്ടുവരിക. എന്നിട്ട് ആ അബദ്ധം ഒഴിവാക്കി.
റബ്ബി വറബ്ബുക അല്ലാഹ് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വസ്സലാമത്തി വൽ ഇസ്ലാമി വൽ ഈമാൻ റബ്ബി വറബ്ബുക അല്ലാഹ്. എന്താ അർത്ഥം? പറ, എന്താ നോക്കിയിരിക്കണം, പറ. റബ്ബി വറബ്ബുക അല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അള്ളാണ്. എനിക്ക് എന്നെ ഒരു പേടിയില്ല. ഹിലാ എന്നിട്ട് അള്ളാഹിനോട് ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ, ഈ ചന്ദ്രക്കലയാവുന്ന ഈ ചാന്ദ്രിക മാസം എനിക്ക് ഖൈറിന്റെയും വിവേകത്തിന്റെയും മാസമായി തീരട്ടെ. ഹിലാലു ഖൈരിൻ വറുഷ്ദിൻ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രക്കല കാണുമ്പോൾ ദിക്ർ ചൊല്ലുന്ന ചെല്ലണം. ഞാൻ എല്ലാ മാസം അള്ളാഹു തൗഫീഖ് ചെല്ലാം. ആ സമയത്ത് എങ്ങാനും ഒരു ചന്ദ്രക്കലയുടെ സമയത്ത് നമുക്ക് നേരം വൈകിയാൽ പിന്നെ ഒരു വിഷമാണ്. നമ്മൾ ഈ മാസം ദിക്ർ ചെല്ലിയിട്ടില്ലല്ലോ, നമ്മൾ ചെല്ലിപ്പടിച്ചു നോക്കും, നമുക്ക് ഒരു ഭയങ്കര റാഹത്ത് തോന്നും. എല്ലാ മാസവും ചെല്ലുന്നത് കൈപൊക്കി. അതെ, 3-ന്റെ മുമ്പ് 3ആണല്ലോ, 1, 2, 3 എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഫിൽ ഊല വസ്സാനിയത്തി വസ്സാലിസത്തി ഹിലാലുൻ വബാഖി ഖമറുൻ. 1ലും 2ലും 3ലുമാണ് എന്താവുക? ഹിലാലാവുക, പിന്നെ ചന്ദ്രനാണ്. അപ്പോൾ ഹിലാലിനാണല്ലോ ഇത് ചൊല്ലേണ്ടത്. അത് 1-ാം രാവിനോ ഉദിക്കണ രാവിനോ പിറ്റേന്നത്തെ രാവിനോ ചൊല്ലണം. എങ്ങാനും വിട്ടുപോയാൽ പിന്നെ ചന്ദ്രൻ നോക്കി നിങ്ങൾ കള്ളാ കുട്ടിക്കളി, എന്നാലും അത് ദിക്ർ തന്നെ. അതൊക്കെ സ്ഥിരമായി ചെല്ലി നോക്കി. സ്ഥിരമായി ചെല്ലുന്ന ആളുകൾ കൈനോക്കി ആരാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3. ഈ ഭാഗത്ത് ഇല്ല, നാസാബിഷിമാലിൽ ഒരാളുമില്ല. അങ്ങനെയുണ്ടാ? എല്ലാ മാസവും ചെല്ലുന്നുണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു ആരോ പറഞ്ഞോ? ഇതൊക്കെ എത്ര കാലം മുമ്പ് പറഞ്ഞില്ലേ? എത്ര കാലം പറഞ്ഞിട്ടില്ലേ? ഏതോ കാലത്ത് പറഞ്ഞിട്ടില്ലേ? ചെല്ലൂല. അതൊക്കെ കണക്കാക്കും, അതൊക്കെ ഇടും. അപ്പൊ ഞാനിവിടെ 2 കാര്യങ്ങളോട് കൊണ്ടുവന്നത് ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് കാണുന്ന എല്ലാ വികസിത ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം ഗോളശാസ്ത്രം, ആസ്ട്രോണമിയാണ്. ഈ ആസ്ട്രോണമിയെ ഒരു ശാസ്ത്രമാക്കി കൊണ്ടുവന്ന സത്യത്തിൽ ഖുർആനാണ്. അതിനു മുമ്പ് ലോകത്ത് 2 വിഭാഗം ആളുകൾക്ക് പോയ പേടിയാ. ലോകത്ത് വിജ്ഞാനം ഉണ്ട് എന്ന് പറയുമ്പോൾ 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് അറബികളും, ഒന്ന് ഗ്രീക്കുകാർ. അവർക്ക് 2 കൂടെ ഇതിനെ പേടിയാ. അപ്പൊ നോക്കൂ, നിങ്ങളുടെ ചന്ദ്രക്കല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞ ആയത്ത് പിന്നെ പറഞ്ഞത് കാനില്ല. ചന്ദ്രക്കലകളെ കുറിച്ച് അവർ അങ്ങോട്ട് വന്ന് ചോദിക്കും. ഹജ്ജിനും അതേപോലെ കാലങ്ങൾക്കൊക്കെ നിശ്ചയിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ചന്ദ്രക്കല. ചന്ദ്രക്കല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്ക് പറഞ്ഞത് വരയുടെ ബാക്കിലൂടെയോ മുകളിലൂടെയോ വരുന്നതോ അത്ര വലിയ നല്ല കാര്യം അല്ല. ഒരാക്കിനാൽ ബിർറ മനിത്തക്കാവ, നന്മ എന്ന് പറഞ്ഞാൽ തഖ്വ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന നന്മയാണ്. വഖത്തുൽ ബുയൂത മിൻ അബ്വാബിഹ, നിങ്ങൾ വരികയാണെങ്കിൽ വീട്ടിന്റെ മുൻഭാഗത്തൂടെ എന്നും വരണം. അതിനൊരു പേടിക്കണ്ട. വത്തഖുള്ള, പടച്ചോനെ പരിചയിച്ചില്ല, അല്ലക്കും തുഫ്ലിഹൂൻ, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് മനസ്സിലാക്കി അവർ ജീവിത വിജയത്തിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിരുന്നത്? ആ മോൾക്കൂടി ചാടുകയോ മറ്റേ ചെകുട്ടി ബാപ്പ പോലെയാണ് അവർ എന്തിനാ കാണുന്നത്? ചന്ദ്രൻ. ആ ജനതയാണ്, ഇതാണ് ഈ 2 ജനത. മറ്റൊരു പടച്ചോനാണ്. ഇവർക്ക് എന്തോ നാശത്തിന്റെ ലക്ഷണമാണ്. ഗ്രീക്കുകാർക്ക് പടച്ചോനാണ് ആര്? ആ സൂര്യൻ. അതാണല്ലോ ഗ്രീക്കുകാരല്ലേ ഇവിടെ ക്രിസ്തുമസ് കൊണ്ടുവന്നത്. ക്രിസ്തുമസ് കൊണ്ടുവന്നത് ഗ്രീക്കുകാരാണ്. കൊണ്ടത്. അടിസ്ഥാനപരമായി ഗ്രീക്കുകാരുടെ ദൈവമാണ് അപ്പോളോ. അപ്പോളോവിന്റെ ജന്മദിനമായി അവർ അപ്പോളോ സൂര്യനാണ്. അതിന്റെ ജന്മദിനമായി കണക്കാക്കിയിരുന്നത് ഡിസംബർ 25. പിന്നെ ഒരാഴ്ച അവർ ആഘോഷിക്കും. അതാ ആ സൂര്യനെ വലം വെക്കുന്ന 12 നക്ഷത്രങ്ങൾ അവർ വേറെ കണക്കാക്കിയിരുന്നു. അതാണ് അവരുടെ ദൈവങ്ങൾ. അതിൽ ഒരു ദൈവത്തിന്റെ പേര് ജനുവരിയാണ്, അതൊരു ഗോളാണ്. ഫെബ്രുവരി, ആ 12 ഗോളങ്ങളെ കൂടെ പേരാണ് 12 മാസങ്ങൾക്ക് ഗ്രീക്കാരിട്ടത്. ഇത് ഇംഗ്ലീഷ് കലണ്ടർ അല്ല. ഏത്? ജനുവരി ഫെബ്രുവരി ഇംഗ്ലീഷ് കലണ്ടർ അല്ല, ഗ്രീക്ക് കലണ്ടറാണ്.
ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇംഗ്ലീഷ് കലണ്ടർ. ഇംഗ്ലീഷ് തന്നെയല്ല, അത് ഗ്രീക്ക് ഭാഷയാണ്, യവന ഭാഷയാണ്. അവര് കൊണ്ടുവന്നതാണ് ഈ കലണ്ടർ. അവരാണ് ഇതിങ്ങനെ ചെയ്യാ. ഡിസംബർ. അതിനെ പിന്നെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയത് ഹെലാനയാണ്, കോൺസ്റ്റാന്റൈന്റെ അമ്മ. AD 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിയായി. AD 248 എന്നൊക്കെ എന്റെ ഓർമ്മ. ആ പരിസരത്താണ്. ആര്? കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയുടെ അമ്മയും കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും ക്രിസ്ത്യാനിയായി. ആ അന്നത്തെ റോമ ഭരിച്ചിരുന്ന രാജാവാണ് കോൺസ്റ്റാന്റൈൻ. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും അവരുടെ അമ്മയും മുസ്ലിം ക്രിസ്ത്യാനിയായപ്പോൾ അവർ റോമൻ സംസ്കാരം മൊത്തം മാറ്റിമറിച്ച് ഉണ്ടാക്കി ക്രിസ്ത്യ സംസ്കാരമാക്കി. അങ്ങനെ അവരുടെ അമ്മയാണ് ആദ്യത്തെ കുരിശു ചർച്ച് സ്ഥാപിച്ചത് ബത്ലഹേമിൽ. ഹെലാന. ലോകത്തെ ആദ്യത്തെ കുരിശു ചർച്ച് ബത്ലഹേമിലാണ്. അത് സ്ഥാപിച്ചത് ഹെലാനയാണ്. ഹെലാന കോൺസ്റ്റാന്റൈന്റെ അമ്മയാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ലോകത്തെ ആദ്യത്തെ ചർച്ചിൽ ഞാൻ പോയിട്ടുണ്ട്. AD 248 മറ്റാണ് സ്ഥാപിച്ചത്. മോഹൻജിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ഹെലാനയുടെ ഓർമ്മക്ക് എഴുതിച്ചിട്ടുണ്ട്. ഹെലാന കോൺസ്റ്റാന്റൈൻ അമ്മയാണ്. അവരാണ് ആദ്യമായി കുരിശ് പള്ളി സ്ഥാപിക്കുന്നത്. കുരിശ് എന്ന സാധനം ഒരു ദിവ്യത്വത്തിന്റെ അടയാളമായി ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്നതും റോമക്കാരിയായ ഹെലാനയാണ്, കോൺസ്റ്റാന്റൈൻ അമ്മ. അവരാണ് ആദ്യമായി കുരിശിന്റെ ചർച്ചും സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ചിന്തിക്കുക, ഇതൊക്കെ ആ ജനവിഭാഗമാണ് ഗ്രീക്കുകാർ. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണൊക്കെ അവിടെ സൂര്യനും മറ്റു നക്ഷത്രങ്ങളും ഒക്കെ അവരെ പഠിച്ചോലാണ്. അപ്പൊ അവർക്ക് അതിൽ നിന്നൊരു വിജ്ഞാനം ഉണ്ടാക്കാൻ കഴിയില്ല. അറബികൾക്കോ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രം. അത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് പൊരന്റെ മാലൊക്കെ താഴെ കാലോടിയാതെ വീഴാണെങ്കിലും മനുഷ്യന് എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പൊരത്തെ എന്തുണ്ട്, വാഹത്തിൽ ഉണ്ടായിട്ടാണ് മേലെ കരിച്ചാറുന്നത്. കാരണം അതും വരെയാണ് ജീവിത വിജയം ഉണ്ടാവുക. അതിനാണ് അള്ള മറുപടി പറഞ്ഞത്, എന്ത് ലാലക്കും തുഫ്ലിഹൂ, ഞങ്ങൾ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യ്, പടച്ചോനെ പേടിച്ച് ജീവിക്കുക, ഫ്രണ്ട് ഡോറിലൂടെ വീട്ടിൽ കിടക്കുക. അന്ധവിശ്വാസത്തിന് തട്ടാൻ വേണ്ടി ചെയ്തതാ. അപ്പൊ ആ ജനതക്ക്, അവൻ ലോകത്ത് വിജ്ഞാനം കൈവശമുള്ള രണ്ട് ജനതക്ക് വിജ്ഞാനത്തിന്റെ ബേസ് നൽകുകയാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനം ഇല്ല, പകരം എന്താണുള്ളത്? ഭാഷ. ആ ഭാഷയിൽ കുത്തി നിറച്ചത് രണ്ട് കാര്യം. ഒന്ന് അന്ധവിശ്വാസം, രണ്ട് സെക്സ്. മനസ്സിലായില്ല? അറബികളുടെയും ഗ്രീക്കുകാരുടെയും ഭാഷകളിൽ കുത്തി നിറച്ച രണ്ട് സംഗതികളാണ്. ഒന്ന് അന്ധവിശ്വാസം, രണ്ട് സെക്സ്. ഇത് മാത്രമേ ഉള്ളൂ. അറബികൾ പിന്നെ സെക്സിൽ നിന്ന് മോചിതരായി മാന്യമായി വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഗ്രീക്കുകാർ ഇപ്പോഴും അതനെയാണ്. തിരിഞ്ഞില്ല. നിങ്ങളോടാണിത് പറഞ്ഞെന്നുള്ളതുകൊണ്ടാണ് എനിക്കിത് ഉള്ളത് മുഴുവൻ വരാത്തത്. നിങ്ങൾക്കിത് തലയിൽ കയറില്ല. അറബികൾ എന്ത് ചെയ്തു? അറബികൾ ശാസ്ത്രം പഠിച്ചു, മാന്യനെ പഠിച്ചു. മുഹമ്മദ് മുസ്തഫ വന്നപ്പോൾ അവർക്ക് മാന്യമായ വേഷം മുഹമ്മദ് നബി ഏർപ്പെടുത്തി കൊടുത്തു. അതാണ് അറബികളുടെ മാന്യമായ വേഷം. ഹിജ്റ 8-ാം വർഷമാണ് നബി പറഞ്ഞതിന് മക്കത്തെ നഗ്നനെ കാണരുത്. തിരിഞ്ഞില്ല എന്ന് ഹിജ്റ 8-ാം വർഷം. അപ്പൊ എന്റെ കാര്യം മനസ്സിലാക്കുക, നഗ്നന്മാരെ സ്ഥിരമായി എല്ലാം നടക്കൽ പതിവുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അറബികൾ നീളം കുപ്പായ അറബികളുടേതല്ല, മുഹമ്മദ് നബിയുടേതാണ്. അവർക്ക് നീളം കുപ്പായം വെച്ച് ടൗസർ എന്ന പരിപാടിയില്ല. അവർക്ക് അറബികൾക്ക് ഈ വിജ്ഞാനം റുക്മത്തിനെ പോലത്തെ മഹാന്മാരെ കയ്യിൽ യൂറോപ്പിലേക്ക് നബി കൊടുത്തയച്ചു. അതിൽ അവരെന്ത് ചെയ്തു? അവർ ശുദ്ധമായ ആസ്ട്രോണമിയും ശാസ്ത്രങ്ങളും വികസിപ്പിച്ചു, ഉപകാരങ്ങളെല്ലാം നേടി. പക്ഷെ അവർ എന്ത് പഠിച്ചില്ല? മാന്യത പഠിച്ചില്ല. ഉപകാരങ്ങൾ നേടി, ശാസ്ത്രങ്ങളെ വികസിപ്പിച്ചു. ആര്? ഗ്രീക്കുകാരും റോമക്കാരും. പക്ഷെ അവരെവിടെ നിന്നു? അവരവിടെ സംസ്കാരത്തിൽ അവിടെ തന്നെ നിന്നു. അതുകൊണ്ടാണ് മഹാ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും അവർക്ക് മാന്യമായി എന്തില്ല? കൾച്ചറില്ല, വേഷമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാല് അറബൻ
ജാരസന്താനങ്ങളാണ്. 60-70%. എന്തുകൊണ്ട്? അപൂർവമായിട്ട് കല്യാണം കഴിക്കോളൂ. കല്യാണം കഴിക്കാതെ തമ്മിൽ ഒരു ആണും പെണ്ണും കൂടി യോജിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കും. അതിലൊക്കെ കുട്ടികളുണ്ടാവും. പിന്നെ നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോ ഷെയ്ക്കാൻ കൊടുത്തിട്ട് പിരിയും. കുട്ടിയെ ഒരാളാണ് കരാവച്ചിട കരാറനുസരിച്ച് പങ്കുവെക്കും. അതിന് വേണമെങ്കിൽ കോടതി പങ്കുവെച്ചു കൊടുക്കും. ഓറ് വേറെ ആളൊപ്പം പോവും, ഇങ്ങോട്ട് പോവും. പിന്നെ ഡൈവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിൽക്കാനുണ്ടായാലേ എന്തുള്ളൂ, തൊരാളുള്ളൂ, നിൽക്കാനല്ലല്ലോ. അത് ഇന്ന് യൂറോപ്പിൽ കാണുന്ന 60-70% ആളുകളും ജാരസന്താനങ്ങളാണ്. ഈ സംസ്കാരം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നാൽ ഖിയാമത്ത്. എവിടെയും ജാരസന്താനങ്ങൾ വർദ്ധിക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. യൂറോപ്പിൽ കാണുന്ന ഇന്നത്തെ 60-70% ആളുകളും ജാരസന്താനങ്ങളാണ്. 60-70% ജാരസന്താനം. ഇത് തമാശല്ല. അങ്ങനത്തെ കല്യാണം അപൂർവ സംഗതിയാണ്. കല്യാണം എന്നുള്ള സംഗതിയേ ഉണ്ടാവില്ല. എന്നാൽ ശാസ്ത്രങ്ങളെ അവർ വികസിപ്പിച്ചു. എവിടുന്ന് കിട്ടി അവർക്ക് ശാസ്ത്രം? ഖുർആനും കൊണ്ട് സ്വഹാബികളും താബിഈങ്ങളും നേരെ യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ അതിനെ അവർ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഗോളങ്ങളെ കുറിച്ചുള്ള അന്ധവിശ്വാസം മാറി. അന്ധവിശ്വാസങ്ങളും വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. ഗ്രേറ്റ് അലക്സാണ്ടർ പോലും സൂര്യ ആരാധകനായിരുന്നുവെങ്കിൽ അവരെ കയ്യിൽ വിജ്ഞാനമല്ലല്ലോ. പകരം എന്താണുള്ളത്? പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെ കുറിച്ചും അവർക്ക് എന്താണുള്ളത്? അവർക്കെങ്ങനെ പിന്നെ ഗോളശാസ്ത്രത്തെയും ആസ്ട്രോണമിയും വികസിപ്പിച്ചെടുക്കാൻ കഴിയാം? കാരണം ഗ്രേറ്റ് അലക്സാണ്ടർ പോലും സൂര്യാരാധകനാണ്. BC 3-ാം നൂറ്റാണ്ടിലാണ് ഗ്രേറ്റ് അലക്സാണ്ടർ. അത് സൂര്യാരാധകനാണ്. ഗ്രേറ്റ് അലക്സാണ്ടർക്ക് പകരം ഒരാള് ലോക ചരിത്രത്തിൽ യൂറോപ്പിൽ നിന്ന് വന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ യൂറോപ്പിൽ നിന്ന് വന്ന ഏറ്റവും പ്രഗത്ഭനായ ആളാണ് ആര്? ഗ്രേറ്റ് അലക്സാണ്ടർ. ഭയങ്കര 17-ാമത്തെ വയസ്സിലായ അയാൾ മാസിഡോണിയൻ രാജാവാണത്. 33-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. അയാളുടെ ഓർമ്മക്ക് വേണ്ടിയാണ് അയാൾ മരിച്ച നാട്ടിന് അലക്സാണ്ട്രിയാണ് പേര് കൊടുത്തത്. ഈജിപ്തിൽ ഒരു പട്ടണമുണ്ട് അലക്സാണ്ട്രിയ. ആ പട്ടണത്തിൽ കിടന്നാണ്. അന്ന് അവിടെ ആ പട്ടണമില്ല. ആ സ്ഥലത്ത് വെച്ചാണ് അലക്സാണ്ടർ മരിച്ചത്. അന്ന് മുതൽ ആ നാട് അലക്സാണ്ടറിലേക്ക് ചേർത്തി അലക്സാണ്ട്രിയ എന്നറിയപ്പെട്ടു. റസൂലുള്ളാഹിയുടെ കാലത്ത് പോലും ആ നാടിന്റെ പേര് അലക്സാണ്ട്രിയ എന്നാണ്. ആ അലക്സാണ്ടർ ഈ ഗ്രേറ്റ് അലക്സാണ്ടറാണ്. പക്ഷെ ഗ്രേറ്റ് അലക്സാണ്ടറെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ 33-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ ലോകത്തെ ഏകദേശ രാജ്യം അയാളെ കീഴില്ല. എല്ലാം അയാളെ കീഴില്ല. ഗ്രേറ്റ് അലക്സാണ്ടർ കയ്യില്ല. പക്ഷെ അയാൾ അന്ധവിശ്വാസിയ. എന്തുകൊണ്ട്? ഗ്രീക്കുകാരുടെ കയ്യില് ഈ പ്രകൃതി വസ്തുക്കളെ യഥാർത്ഥമായി വിലയിരുത്താനുള്ള ഒരു വിജ്ഞാനം അവരുടെ കയ്യിൽ ഇല്ല. പിന്നെ അവര് ഗ്രേറ്റ് അലക്സാണ്ടർക്ക് ശേഷം ഗ്രേറ്റ് അലക്സാണ്ടർ പോലത്തെ ഒരാള് യൂറോപ്പിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ ആസ്ട്രോണമി യൂറോപ്പുകാർക്ക് എവിടുന്ന് കിട്ടി? അറബികളെ പറ്റി പറയുമല്ല. അറബികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസത്തെ അൽ-ബഖറയിലെ 189-ാമത്തെ ആയത്തിൽ ചന്ദ്രക്കല കണ്ടാൽ പോലും അവർ വീട്ടിന്റെ വാതിലൂടെ കയറില്ല എന്ന് പറഞ്ഞു. ലോകത്തെ ഭാഷയുള്ള 2 ജനങ്ങളാ. ഒന്ന് അറബികൾ, ഒന്ന് ഗ്രീക്കുകാർ. അവരുടെ അന്ധവിശ്വാസമായി പറഞ്ഞു. അപ്പൊ പിന്നെ ഈ വികസിത ശാസ്ത്രം എവിടുന്ന് ഉണ്ടായി? നിങ്ങൾ തല കൊടുത്ത് കുട്ടികളെ ചിന്തിക്കുക. നിങ്ങൾ പഠിക്കണം മക്കളെ. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. ഈ ഇത് കൃത്യമായി നമുക്ക് പൂട്ടാൻ കഴിയും. ഒരു ചരിത്ര വിദ്യാർത്ഥിയെ ഇവിടെ പൂട്ടാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ലോകത്ത് ഭാഷ കൈവശമുള്ള 2 ജനത അറബികളും ഗ്രീക്കുകാരും. ഭാഷ എന്നാണ് സാഹിത്യം ഉണ്ടാവുക. സാഹിത്യമാണ് ലോകത്തെ മാറ്റുക എന്നും. പക്ഷെ ആ 2 വിഭാഗം അന്ധവിശ്വാസത്തിലാണ്. അറബികൾ തന്നെ അന്ധവിശ്വാസത്തിലാണ്. അവർക്ക് ഒരു മഞ്ഞതയില്ല, ഒന്നുമില്ല. ഗ്രീക്കുകാർ ഈ ഗോളങ്ങളെ മുഴുവൻ ദൈവമായിട്ട് ആരാധിക്കുവാണ്. പിന്നെ അവർക്ക് ഇന്ന് ഈ വികസിത ശാസ്ത്രം എവിടുന്നാ കിട്ടിയത്? ഗോളങ്ങളെ കുറിച്ചുള്ള മനുഷ്യന്റെ പഠനമാണ് മനുഷ്യന്റെ ഈ വളർച്ചക്കും ഉയർച്ചക്കും അടിസ്ഥാന നിദാനം. ഇതെങ്ങനെ ഈ അന്ധവിശ്വാസികൾക്ക് കിട്ടി? ദൈവമായി കാണുന്നവർക്ക്. ലോകത്ത് അവർ വലിയ ജനങ്ങളാണെങ്കിലും അവർ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടുത്തൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു വിജ്ഞാനത്തിന്റെ മെസ്സേജ് അവരുടെ കയ്യിലില്ല. ഞാൻ പറഞ്ഞ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്പിൽ നിന്ന് വന്ന ഒരാളായ ഗ്രേറ്റ് അലക്സാണ്ടർ പോലും സത്യത്തിൽ ആരാ? അന്ധവിശ്വാസത്തിന്റെ അവസാന അന്ധവിശ്വാസിയാ ഈ മനുഷ്യൻ. അപ്പൊ അങ്ങനത്തെ ഒരാൾ പിന്നെ അവരൊന്നും വന്നിട്ടില്ല. പിന്നെ അവർക്ക് എവിടുന്ന് ഇന്നത്തെ ഈ വികസിത ഗോളശാസ്ത്രം ഉണ്ടായി?
അറബികളെ പറ്റി പറയുന്ന അറബികൾ വികസിപ്പിച്ചതാണ്. അതെങ്ങനെയാവുക? അറബികളെ സംബന്ധിച്ചിടത്തോളം ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മുസ്തഫ നബി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗോളങ്ങളെ കുറിച്ച് അന്ധവിശ്വാസം അൽ-ബഖറ 159 ആയതിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഇതൊക്കെ കിട്ടിയത് എവിടുന്നാണ്? ഖുർആനിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആനിൽ മാത്രമാണ്. അത് രണ്ടും അറബികൾക്ക് മുഹമ്മദ് നബി നൽകി. ഒന്ന് വിജ്ഞാനം നൽകി, സംസ്കാരം നൽകി. യൂറോപ്പിലെത്തിയപ്പോൾ യൂറോപ്പ് എന്നും ഉപകാരത്തിന്റെ പിന്നാലെ മാത്രമേ പോവുള്ളൂ. അപ്പോൾ അതിന് അവർ ഉപകാരമുള്ള ശാസ്ത്രങ്ങളെ അവരെടുത്തു. എന്ത് സ്വീകരിച്ചില്ല? സംസ്കാരം സ്വീകരിച്ചില്ല. അപ്പോൾ വേഷത്തിലും ശൈലിയിലും ഇപ്പോഴും അവിടെ തന്നെയാണ് അവര്. അറബികൾ മാറി. പിന്നീട് അറബികൾ ലോകത്തെ ഒരുപാട് ശാസ്ത്രങ്ങൾ അവർ കൊണ്ടുവന്നു. ലോകത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് അറബികൾ നേതൃത്വം നൽകി. അവർക്ക് നല്ല വേഷമുണ്ടായി. ലോകത്തെ ഏറ്റവും മാന്യമായ വേഷം ധരിക്കുന്നവര് അറബികളാ. ഈ വേഷം അറബികളുടെ വേഷവുമല്ല. അതിനാണ് ഞാൻ തെളിവ് കൊണ്ടുവന്നത്. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം പറയുന്നൊരു വാക്ക്, ലാ യതുഫന്ന ഹാദൽ ബൈത ഉരിയാനുൻ, ഇനി മേലാൽ ഒരു നഗ്നൻ കഅബാലയത്തിന്റെ പരിസരത്ത് വരരുതെന്നാണ്. ഒരിക്കലും വരരുതെന്ന് പറയാം. അതായത് കർശനമാക്കി പറയാം. അപ്പോൾ എന്തിന് മനസ്സിലാവുന്നത് എന്താ? നഗ്നന്മാരായിരുന്നു അവിടെ വരസിരുന്നത്. പിന്നെ എങ്ങനെ അവർക്ക് നീളമുപ്പായുണ്ടായി? ഇന്ന് കള്ളുടിക്കണ അറബിക്കോ എന്തുണ്ടോ? നീളമുപ്പായുണ്ടോ? ഈ നീളമുപ്പായം അറബികളുടെ വേഷമല്ല. ലോകത്തെ ഏറ്റവും പ്രധാന മനുഷ്യന്റെ വേഷം, അവന്റെ ഭാഷ, അതൊക്കെ അവന്റെ മാന്യതയും അവന്റെ പേഴ്സണാലിറ്റിയും തീരുമാനിക്കും. മനുഷ്യന്റെ അലങ്കാരം, മനുഷ്യന്റെ നാണം മറക്കൽ മാത്രമല്ല അലങ്കാരം. ഇതാണ് എന്ത്? വസ്ത്രം. അപ്പോൾ ഒരു മനുഷ്യന്റെ സംസ്കാരം തീരുമാനിക്കാൻ അവന്റെ വേഷത്തിന് കഴിയും. ആ മാന്യമായ വേഷം അവർക്ക് നൽകിയത് മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ ഈ അന്ധവിശ്വാസങ്ങളെ വിഭാടനം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് പിന്നീട് ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള ഗോളങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യർ കൊണ്ടുവന്നു. പിന്നെ അത് വികസിപ്പിച്ചു. ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലല്ലോ. പക്ഷെ അബദ്ധങ്ങളിൽ നിന്ന് മനുഷ്യനെ സുബദ്ധത്തിലേക്ക് ഖുർആൻ തിരിച്ചുവിട്ടു. ഖുർആൻ എന്തല്ല? പറയണ കുട്ടി, ഖുർആൻ എന്തല്ല? ശാസ്ത്ര ഗ്രന്ഥമല്ല. ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ അതിന് ശാസ്ത്രമില്ലേ? അതിൽ ശാസ്ത്രമുണ്ട്. ശാസ്ത്രത്തിന്റെ ബേസും ഉണ്ട്, എല്ലാത്തിന്റെ ബേസും ഉണ്ട്. പക്ഷെ എന്തല്ല? ഒരിക്കലുമല്ല. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല. കാരണം ചരിത്രം ഇങ്ങനെ കൃത്യമായി പറയുന്ന സ്വഭാവം പോലും ആർക്കില്ല. ഇല്ല. അത് ചിലപ്പോൾ ആത്മീയമായ അതിന്റെ ചോദനകൾക്ക് വിജ്ഞാനങ്ങൾക്ക് ഒരു അടിസ്ഥാന ചോദനയായി ചിലപ്പോൾ ഏതെങ്കിലും ചരിത്രത്തെ കൊണ്ടുവരാൻ, ചരിത്രത്തെ കൃത്യമായി ഇങ്ങനെ അപ്ഡേറ്റബിൾ ആയി പറയുന്ന സ്വഭാവം ആർക്കില്ല? ഖുർആനില്ല. ശാസ്ത്ര ഗ്രന്ഥമല്ല അതൊന്നും. പിന്നെ അത് എന്തിനാണ്? അത് മനുഷ്യനെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഹിക്കാൻ വന്ന ഗ്രന്ഥമാണ്. പരിശുദ്ധ അതായത് ലക്ഷ്യം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അപ്പോൾ ആ കൂട്ടത്തിൽ എന്തുണ്ടായി? ഗോളങ്ങളെ കുറിച്ചുള്ള അന്ധവിശ്വാസം മാറ്റി. അതിന് മനുഷ്യൻ നേരായ ഗോളങ്ങളെ കുറിച്ച് ചിന്തിച്ചു. ആ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ എന്തുണ്ടായി? നേരായ ഗോളവിജ്ഞാന ശാസ്ത്രങ്ങളും വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടായി. അതിപ്പോഴും മനുഷ്യൻ വികസിപ്പിക്കുന്നു. അത് ഇന്നത്തെ ശാസ്ത്രാബദ്ധമാണോ നാളെ പുതിയാക്കട്ടെ. എന്നാൽ നേരിലേക്ക് തിരിഞ്ഞു. മനസ്സിലായില്ല? നേരിലേക്ക് തിരിയാൻ കഴിഞ്ഞു. സൂര്യൻ ഭൂമിയെ പോലത്തെ ഒരു ഗോളമാണ്. ഭൂമിയേക്കാൾ അതിന് 3 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. അതൊരു കേവല ഗോളം മാത്രമാണ്. അതുകൊണ്ടാണ് ആ സൂര്യന്റെ പ്രത്യേകമായ കറക്കം കൊണ്ട് ഈ ഭൗമഗോളത്തിന്റെ കറക്കവും സൂര്യന്റെ കറക്കവും ഒത്തുചേർന്നാണ് ഇവിടെ ഒരുപാട് വസ്തുക്കൾ ഈ രൂപത്തിൽ ചൈതന്യമത്താവുന്നത് എന്ന അടിസ്ഥാനം മനുഷ്യൻ കണ്ടുപിടിച്ചു. ഈ അടിസ്ഥാനം കണ്ടുപിടിക്കാൻ എന്തുപകരിച്ചു? എന്തുപകരിച്ച്? അന്ധതകളിൽ നിന്ന് ഖുർആൻ നേർവഴി കാണിച്ചപ്പോൾ മനുഷ്യൻ ഉപകരിച്ചു. എന്നാൽ ആ ആസ്ട്രോണമി മുഴുവനാക്കിയത് ഖുർആനാണോ? അല്ല. ആസ്ട്രോണമി എന്നാൽ എന്തുമല്ല? ഈ ഒരു വഹ്യ് കൊണ്ടുവരുന്ന വിവരമല്ല. മനസ്സിലായില്ല? അത് മനുഷ്യനവന്റെ ബുദ്ധി കൊണ്ട് അതാത് കാലങ്ങളിൽ കണ്ടെത്തി നേരിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. 2 തരം വിജ്ഞാനമുണ്ട് മനുഷ്യർക്ക്. ഒന്ന്, ഒരിക്കലും തെറ്റുപറ്റാൻ പാടില്ലാത്ത വിജ്ഞാനം. അത് വഹ്യായി അമ്പിയാക്കൾ കൃത്യമായി മനുഷ്യന് കൊടുത്തു. 2, അബദ്ധങ്ങളെ സുബദ്ധങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. ബാക്കി ആര് കണ്ടെത്തണം? ബുദ്ധി. ആ വിജ്ഞാനം കസ്ബിയ. 2 കസ്ബിയല്ല, അത് വഹബിയ. അള്ളാഹു നേരിട്ട് നൽകുന്നതാണ്. ഇപ്പൊ നിസ്കാരം, ളുഹ്ർ നിസ്കാരം 4. ഈ വിജ്ഞാനത്തിൽ ശാസ്ത്രം നടക്കൂല. 4 റക്അത്താണ് ളുഹ്ർ. സുബഹി 2. ഈ വിഷയത്തിൽ എന്തില്ല? ശാസ്ത്രം നടക്കൂല. അത് വഹബിയ. സ്വർഗം ഇങ്ങനെയാണ്, നരകം എങ്ങനെയാണ്, അതിനൊരിക്കലും ശാസ്ത്രം നടക്കില്ല.
നേരെ മറിച്ച് ഗോളങ്ങളുടെ കാര്യത്തിലൊക്കെ ശാസ്ത്രം അതിന്റെ തെറ്റുകളുടെ നേരിലേക്ക് ഖുർആൻ തിരിച്ചുവിട്ടു, മനുഷ്യനോട് ചിന്തിക്കാനും പറഞ്ഞു. ഇതാണ് അടിസ്ഥാനം, ഇതാണ് ഈ പറയുന്നത് മുഴുവനും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം എന്താ? ഇന്ന് ഈ കാണുന്ന എല്ലാ വികസനങ്ങളുടെയും അടിസ്ഥാനം ഖുർആനോട് കടമപ്പെട്ടിട്ടുണ്ട്. ഖുർആനാണ് മനുഷ്യന്റെ നേരിലേക്ക് തിരിച്ചുവിട്ടത്. അതിന് ഞാൻ 2 ന്യായങ്ങൾ കൊണ്ടുവന്നു. എന്താ ന്യായങ്ങൾ കൊണ്ടുവന്നാൽ? ന്യായങ്ങൾ മറക്കാൻ പാടില്ല. എന്താ ഞാൻ ന്യായം കൊണ്ടുവന്നത്? ലോകത്ത് ഭാഷ കൈവശമുണ്ടായിരുന്ന 2 വിഭാഗം, ഒന്ന് അറബികളും ഒന്ന് ഗ്രീക്കുകാരുമായിരുന്നു. പക്ഷെ ഈ 2 വിഷയത്തില് ഭാഷ കൃത്യമായിരുന്നുവെങ്കിലും ഭാഷ കൃത്യം അക്കാലത്ത് അവരുപയോഗിച്ച ഭാഷയതെല്ലാം ഇന്ന് മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭാഷയിൽ 2 കാര്യമാണ് നടന്നിരുന്നത്. ഒന്ന് പാരമ്പി, ഒന്ന് അന്ധവിശ്വാസം, 2 സെക്സ്. വിഷയമില്ലാത്തവർക്ക് 2 കാര്യം എപ്പോഴും വിഷയമുള്ളൂ. വിഷയമില്ലാത്തവർക്ക് 2 പേരും വിഷയം. ഖുറാഫത്ത് പറയാനറിയും. ഖുറാഫത്ത്, ഖുറാഫത്ത് എന്താണ് ഖുറാഫ് എന്നറിയോ? അറിയോ? അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയണ ചങ്ങാതിയെ. അങ്ങനെയല്ലേ ഇവിടെ ഞാൻ ഇങ്ങനെ കസേര കയറി നിങ്ങളെ താഴ്ത്തിരിച്ചത്. അറിയോ? പറയണ കുട്ടിയെ അറിയില്ല ധൈര്യമായിട്ട് പറയണ അറിയില്ല. പിന്നെന്താ അതാ പറഞ്ഞാല് ഖുറാഫത്ത് പറയുന്നവർ കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ കേട്ടോ? അൽഹംദുലില്ലാ, അതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ഖുറാഫത്ത്? ഖുറാഫത്ത് എന്ന് പറഞ്ഞാൽ ഖുറാഫ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. കേട്ടോ കഥയാണ്. ഖുറാഫയെ ഒരിക്കൽ ജിന്നുകൾ കട്ടുകൊണ്ടുപോയി ഒരു ദ്വീപിലാക്കി. അങ്ങനെ എങ്ങനെയോ കുറെ കാലം കഴിഞ്ഞ് ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട ഖുറാഫ നാട്ടിൽ തിരിച്ചെത്തി. പിന്നെ വൈകുന്നേരങ്ങളിൽ ഖുറാഫ ഇങ്ങനെ പറയും. ആളുകൾ തീ മുട്ടിയിട്ടിട്ട് ഖുറാഫാന്റെ വർത്താനം കേൾക്കാൻ അങ്ങനെ കൂടും. അതിന് ഖുറാഫ പറയും, 4 മുലയുള്ള പെണ്ണിനെ കണ്ടു, മറ്റേ വാലുള്ള ആളിനെ കണ്ടു. ഇതൊക്കെ ആര് പറയും? ഞാൻ ആ ദ്വീപിൽ കണ്ടത് കണ്ട അങ്ങനെ പറയും. ഇവർക്ക് എതിർക്കാൻ മൂപ്പില്ല. കാരണം ില്ലല്ലോ, കാണൂല്ലല്ലോ, ഖുറാഫില്ലാണ്ട്. അത് ചോദിക്കാൻ പറ്റൂല. കാരണം എന്തില്ല? ചോദിക്കാൻ പറഞ്ഞ ഞങ്ങൾ കാണണ്ടെന്ന് പറയാൻ പറ്റൂല. കരമ്പര് കാണൂലല്ലോ. കട്ടോ ജില്ല കട്ടുകൊണ്ടത് ആര് മാത്രമാണ്? ആരെ? ഖുറാഫെ. ഇതേക്കെ സംഗതി റോബിൻസൺ ക്രൂസോ ഐലൻഡ് സ്റ്റോറീസിലുണ്ട്. റോബിൻസൺ ക്രൂസോ എവിടെയോ പോയി ദ്വീപിൽ പെടുക കണ്ടിട്ടില്ലേ? റോബിൻസൺ ക്രൂസോന്റെ ഐലൻഡ് സ്റ്റോറീസ് കേട്ടിട്ടില്ലേ? നിങ്ങളെ പലരും കേട്ടിട്ടുണ്ടാ? ഇന്ന മെനക്കെടുത്താൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു പോകുന്നല്ലാതെ ഐലൻഡ് സ്റ്റോറീസ് ഉണ്ട് റോബിൻസൺ ക്രൂസോടെ. ഇതേ കഥകളാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ ഇതായിരിക്കും ഇങ്ങനെ കേട്ടിരിക്കുക. ഒരു പണിയില്ലാത്തവർക്ക് 2 കാര്യമാണ്. ഒന്ന് ഇങ്ങനെ വർത്താനം പറയാം. അവിടെ എന്തായി 3 മരിച്ചുള്ള ചേച്ചിയുണ്ട്, മറ്റൊരു അങ്ങനെയുണ്ട്, മറ്റൊരു കോട്ടാമ്പി ഉണ്ട്, അങ്ങനെ കുട്ടികളോട് ഇപ്പൊ ഒരു വിവരം പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടികൾ ഭൂമിയേക്കാൾ 3 ലക്ഷം ഇരട്ടി സൂര്യനുണ്ട് മോനെ, സൂര്യനെ നോക്ക്, കഞ്ഞി കുടിക്കുന്നതാണ്. കുട്ടി കുടിക്കൂല. കുട്ടിയോട് പറയാ കോട്ടാമ്പി ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേഗം കോട്ടാമ്പിയും പിടിച്ച് എന്താവും? ഇക്കാലം വരെ ഒരു കോട്ടാമ്പി തൊട്ട് വന്നിട്ടില്ല. എന്നാ ഒരു ദുനിയാവിലെ ഒരു കുട്ടി കോട്ടാമ്പിനെ പേടിക്കാതെ നിന്നില്ല. എന്നാ കോട്ടാമ്പി എന്ന സാധനം ഇക്കാലം വരെ വരില്ല. ഇന്ന് വരുവാനില്ല. ഇക്കാലം വരെ കോട്ടാമ്പി കഴിയില്ല. കോട്ടാമ്പി ഇപ്പൊ വരും, അതിപ്പോ വരും, മറ്റേ ഇപ്പൊ വരും. ഇതന്നെ അത് അബദ്ധങ്ങളാ. ഈ അബദ്ധങ്ങൾ വിഷയമില്ലാത്തവരുടെ വിഷയം എപ്പോഴും അബദ്ധമായിരിക്കും. പിന്നുള്ളത് സെക്സാ. 2 കാര്യത്താലാണ് അറബ് സാഹിത്യം ഗ്രീക്ക് സാഹിത്യം നിറഞ്ഞു കിടക്കുന്നത്. പിന്നെ അവരെങ്ങനെ ലോകം കണ്ടുപിടുത്തം നടത്തുക? അപ്പോൾ അവർ ഈ വിഷയത്തിൽ അന്ധതയിലാണ്. ആ അന്ധതയിൽ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആന്റെ ഈ ഹിൻസുകളാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ആസ്ട്രോണമിയിലേക്ക് കൃത്യമായി സൂര്യൻ എത്ര അകലാണ്, ചന്ദ്രൻ എത്ര അകലാണെന്ന് പറയുന്ന സ്വഭാവം ആർക്കില്ല, ഖുർആനില്ല. അബദ്ധങ്ങളെ തിരുത്തി അപ്പോൾ മനുഷ്യൻ പഠിച്ചപ്പോൾ അവൻ ഇന്നെത്തി നിൽക്കുന്നതിലെത്തി. ഇനി ഇത് ശരിയായ തെറ്റാൻ ഇതിന്റെ റൂട്ട് കയറാം. മനസ്സിലായില്ല? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന ശാസ്ത്രത്തിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 9,40,00,000 കിലോമീറ്റർ. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന ശാസ്ത്രത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 9,40,00,000. ഇപ്പോൾ ആസ്ട്രോണമി പഠിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 15 കോടിയാണ്. അപ്പോൾ തെറ്റ് ശരി എന്ന് പറയാൻ പറ്റുമോ? തെറ്റ് ശരി എന്ന് പറഞ്ഞില്ലെങ്കിലും ഈ റൂട്ട് ശരിയാ. ഏത്? സൂര്യനെ ഒരു ദൈവമായി കാണുന്നില്ല. അതിന് ഉപകാരമുള്ള ഒരു ഗോളാണ്. ഓരോ വസ്തുക്കളെയും അല്ലാഹു റബ്ബനാ മാ ഖലഖത ഹാദാ
ബാത്തില, റൂട്ട് ക്ലിയറാണ്. പിന്നെ ഇനി നാളെ വേറെ ഒരാൾ പഠിക്കാം. ഇപ്പോൾ പറഞ്ഞ 15 കൂടി ഉണ്ടാവാം. അബദ്ധാണ്, ഇതൊന്നും പ്രശ്നമല്ല. അതൊന്നും അബദ്ധായാലും ഇല്ലെങ്കിൽ അതൊന്നും വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ടൊന്നും ഇവിടുത്തെ ഒരു കാര്യവും മുഴുവൻ അല്ലെങ്കിൽ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ സംഗതി കൊണ്ട് മനുഷ്യർക്ക് ഒരു സ്വാധീനം ഉണ്ടാവില്ല. കണ്ടുപിടുത്തം എന്നതുകൊണ്ട് സ്വാധീനങ്ങൾ ഉണ്ടാവില്ല. കണ്ടുപിടുത്തം അബദ്ധമായതുകൊണ്ട് പ്രകൃതിയിലെ വസ്തു താളം തെറ്റില്ല. എന്താണ് കണ്ടുപിടുത്തം? ഇതെന്താ പറയണ കുട്ടിയെ? ഇതെന്താ ക്ലാസ്? നല്ല മക്കളാ. ഇതെന്താ പറയേ? ഇതെന്താണ് കുട്ടികളെ? ഇതെന്താണ്? പറ. ഒരു ക്ലാസ്സിലെ ചായ, ഒരു ക്ലാസ്സിൽ ചായ. ഈ കണ്ടുപിടുത്തത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതേപ്പറ്റി ഒരാൾ കണ്ടുപിടിച്ചില്ല, കുടിച്ച്. ഒരാൾ കണ്ടുപിടിച്ച് കുടിച്ച്, ഒരാള് കണ്ടുപിടിക്കാതെ കുടിച്ച്. ഒരാൾ കണ്ടുപിടിച്ച്. എന്താ കണ്ടുപിടിച്ചത്? ഒരാൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് ഒരു സ്പൂണ് ചായപ്പൊടിയാണ്, 3/4 സ്പൂണ് ഷുഗറാണ്, പിന്നെ 3/4 ഗ്ലാസ് വെള്ളമാണ്. ഇതിനാണ് എന്താ പറയാ? ശാസ്ത്രം എന്ന് പറയാം. തിരിഞ്ഞില്ല. പുറത്തൊന്നും പറയണ്ട. നമ്മൾ അങ്ങനെയുള്ള ഒരു സ്വകാര്യമാണ്. എന്തിനാണ് ആ ശാസ്ത്രം എന്ന് പറയാ? പറയണ. എന്തിനാണ് നമുക്ക് രാവിലെ വരുന്നത്? ഇത് പറയണ, ഇത് മനസ്സിലാക്കാനാ. എന്തിനാണ് ആ ശാസ്ത്രം എന്ന് പറയാ? പറയണ. എന്തിനാണ് ആ ശാസ്ത്രം എന്ന് പറയാ? പറയണ. എന്തിനാണ് ശാസ്ത്രം എന്ന് പറയാ? പറയണ. ഇതാണ് ശാസ്ത്രം. എന്ത് പറയാ? എന്താണ് ശാസ്ത്രം? എന്തിനാണ് ഈ ആധുനിക ശാസ്ത്രം? എന്തിനാണ് ആസ്ട്രോണമി എന്ന് പറയാ? എന്തിനാണ് മനസ്സിലായി? എന്തിനാണ് ജോഗ്രഫി എന്ന് പറയാ? എന്തിനാണ് ഫിസിക്സ് എന്ന് പറയാ? എന്താണ് ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം? അവറാകുട്ടിന്റെ പീടിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിയപ്പോ ബീരാകുട്ടി ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞ് അതില് അവറാകുട്ടി വലിയ കള്ളനാണ്, ഓൻ 1 സ്പൂണൊന്നും ചായപ്പൊടി ഇടൂല, ഇതില് 1/2 സ്പൂണ് ചായപ്പൊടിയാണ്, ഇതിൽ 3/4 സ്പൂണ് പഞ്ചസാരയാണ്, 3/4 ഗ്ലാസ് വെള്ളവുമാണെന്ന് ബീരാകുട്ടി കണ്ടുപിടിച്ചപ്പോൾ ബീരാകുട്ടിക്ക് നമ്മള് ഡോക്ടറേറ്റ് കൊടുത്ത്. ഇതൊന്നും കണ്ടുപിടിക്കാതെ അപ്പുറത്തെ രാമം ചായ കുടിച്ച് കൈക്കോട്ടെത്താൻ പോയി. ഒരു കുഴപ്പമില്ല. പറഞ്ഞത് മനസ്സിലായില്ല. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇത്ര അളവുണ്ട് എന്നുള്ളത് ഇവിടെ ഒരാൾ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും സൂര്യൻ നിങ്ങളിപ്പോ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ, നാളെ ഞാൻ വരൂല, ഇതാരും പറയില്ല, ഒന്നും പറയില്ല. സൂര്യനെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും, ചന്ദ്രനെ കൊണ്ട് നടക്കണമൊക്കെ അങ്ങനെ നടക്കും. നമ്മളത് കണ്ടുപിടിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന് ചില വിജ്ഞാനങ്ങൾ കിട്ടാതിരിക്കാം. പക്ഷെ പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ അതിന് കൃത്യമായി നടന്നുകൊണ്ടേ പോകും. അത് തന്നെ അത്രേ അതിലുള്ളൂ. പുതിയാപ്പളിന്റെ പുരയിൽ പുതിയണ്ണന്റെ പുരയിലേക്ക് 15 കിലോമീറ്റർ ഉണ്ട് ഒരാൾ കണ്ടുപിടിച്ചില്ല. പക്ഷെ എന്തായി മനസ്സിലായില്ല. അത് നിശ്ചയത്തിന്റെ അന്നെ ഒരാൾ കണ്ടുപിടിച്ചപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇത്ര സമയം കൊണ്ട് അവിടെ എത്തും, ഇത്ര സമയം കൊണ്ട് തിരിച്ചെത്തും, വണ്ടിക്ക് ഇത്ര രൂപ ചാർജ് കൊടുക്കുന്നു നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ്. പുതിയാപ്പളിന്റെ പുതിയണ്ണന്റെ പുരയിലേക്ക് പറയടാ, പുതിയാപ്പളിന്റെ പുതിയണ്ണന്റെ പുരയ്ക്ക് 15 കിലോമീറ്ററാണ് ദൂരം എന്ന് നേരത്തെ തന്നെ കണ്ടുപിടിച്ച്. ഒരു കൂട്ടർ കണ്ടുപിടിച്ചില്ല, ഒരു കൂട്ടർ എന്തെങ്കിലും പുതിയാപ്പള പോയി പുതിയണ്ണ കിട്ടുമ്പോന്ന് അവർക്ക് പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ല. മറ്റൊരു പുതിയാപ്പള്ളിനെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ എന്റെ കണക്കിനനുസരിച്ച് കിട്ടും, ഇല്ലെങ്കിൽ മൂല്യരോഗം വന്നത് ഓർക്കാൻ പറയും, മനസ്സിലായില്ല. അതൊക്കെ അതിന്റെ കൃത്യമായി നടക്കും. പിന്നെ എന്തായി കണ്ടുപിടിച്ചോണ്ട് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. എന്ത് പറയാ? പുൽക്കന്ന രാമനാട്ടർക്ക് ഇത്ര കിലോമീറ്റർ ആണ് കണ്ടുപിടിച്ചോണ്ട് എന്താണ് ജീപ്പുകാരനോട് ഓട്ടോറിക്ഷക്കാരനോട് നേരത്തെ തന്നെ അവിടെ എത്ര കൊടുക്കേണ്ടി എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കാൻ കഴിയും. ഇതാണ് ശാസ്ത്രം കൊണ്ട് കിട്ടുന്ന ഉപകാരം. ഈ ലോകത്തിന്റെ ഉജൂദ് ഖൽഖിലും ഇന്തിഫായിലും ഒരു സ്വാധീനം ചെലുത്താൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല. അതിൽ മനുഷ്യൻ അബദ്ധം ചിന്തിക്കുമ്പോൾ അപ്പൊ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഒന്നും ഈ ശാസ്ത്രങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഈ ശാസ്ത്രങ്ങളെ കുറിച്ച് മനുഷ്യൻ അബദ്ധം ധരിക്കുമ്പോൾ അതും ഒരു മുഴുമത്താണല്ലോ, അതും ഒരു അന്ധതയിൽ ഇരുട്ടാണല്ലോ. ഇരുട്ടിനെ തിരുത്താനാണല്ലോ ആര് വന്നത്?
സൂര്യൻ ചലിക്കുന്നില്ല, ഭൂമി മാത്രമാണ് ചലിക്കുന്നത് എന്ന് ഗലീലിയോ പറഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ് നബി വന്നതെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഒരു ആയത്ത് വേറെ ഉണ്ടാവും. എന്ത്? ഗലീലിയോ പറഞ്ഞത് അബദ്ധാണ്. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നാലോ ഗലീലിയോ പറഞ്ഞ അബദ്ധമായി എന്നതിലേക്കുള്ള സൂചന ഖുർആനിലുണ്ട്. കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാ ഗുണങ്ങളും അതതിന്റെ ഭ്രമണ ഫലങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ അക്കാലത്തെ ഗ്രീക്കുകാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സൂര്യൻ ചലിക്കുന്നില്ല, ഭൂമി മാത്രമേ ചലിക്കുന്നു. ഇപ്പൊ അതൊന്നും മനുഷ്യർ തിരുത്തി. അപ്പൊ ചുരുക്കത്തിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു വരിക. ഖുർആൻ മനുഷ്യനെ അന്ധതകൾ തിരുത്താൻ വേണ്ടി വന്നതാ. ആ അന്ധതകൾ രണ്ട് വിഭാഗത്തിന് തിരുത്തി കൊടുത്തു. ഒന്ന് അറബികൾക്കും ഒന്ന് ഗ്രീക്കർ. അവരിൽ നിന്നാണ് വിജ്ഞാനങ്ങൾ ഉണ്ടായത്. അമേരിക്ക എന്ന രാഷ്ട്രം പോലും അന്ന് അറിയപ്പെട്ട ഒരു ഇല്ല. അവർ കൊളംബസിന് ശേഷം അവിടെ സംസ്കാരം ഉണ്ടായത്, വിജ്ഞാനം ഉണ്ടായത്. അതിനു മുമ്പ് അവിടെ റെഡ് ഇന്ത്യൻസ് ആണ്. അപ്പോൾ പിന്നെ ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ, സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരും ഒന്ന് ഗ്രീക്കുകാരുമാണ്. അറബികളുടെ സ്വാധീനം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ഗ്രീക്കുകാരുടെ സ്വാധീനം യൂറോപ്പിലാണ്. ഈ രണ്ട് വിഭാഗത്തിനും ഭാഷ ഉണ്ടായിരുന്നു, പക്ഷെ അന്ധവിശ്വാസവും സെക്സും മാത്രമേ ഉണ്ടായിരുന്നു. അവരെ നേരായ വിജ്ഞാനത്തിലേക്ക് തിരിച്ചുവിട്ടതാണ് ആര് ചെയ്തത്? പുണ്യ മുഹമ്മദ് മുസ്തഫായും പരിശുദ്ധ ഖുർആനും ചെയ്തിട്ടുള്ളത്. അതിന്റെ അടയാളങ്ങളാണ് ഇപ്പൊ പറഞ്ഞൊക്കെ. മനസ്സിലായില്ല വിഷയം? നോക്ക് ഒന്നുകൂടെ. ഞാൻ പറഞ്ഞില്ലേ, ചില പക്ഷികൾ വന്നാല് ആ പക്ഷികൾ വീട്ടുവളപ്പിൽ വന്നാല് മരിക്കുമെന്ന് വീട്ടുടമസ്ഥന്മാർ വീട്ടിലുള്ളവരും ധരിച്ചിരുന്നു. കൂമനെ പോലത്തെ ജീവികൾ, മനസ്സിലായില്ലേ? അപ്പോൾ അവർ അതിനൊരു ദൈവിക പരിവേഷം ചാർത്തി. കാലം കോഴി എന്ന് പറഞ്ഞ സ്വഭാവം ഹിന്ദുക്കളിലുണ്ട്, അല്ലേ? കാലം കോഴി കൂവ. കാലം കോഴി എന്ന് പറയാൻ ആരെ? കാലം കോഴി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഈ കൂമൻ മൂളിയാൽ അത് കാലനായിട്ടാണ് യമനൊക്കെ വരും ജീവെടുക്കുന്നതാണ് അവരുടെയും വിശ്വാസം, ഹിന്ദുക്കളുടെയും വിശ്വാസം. മനസ്സിലായില്ല? അപ്പൊ ആ ഒരു വിശ്വാസം ഇത് അറബികൾക്കും ഇന്ത്യക്കാർക്കും ഏകദേശം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് ഈ വിശ്വാസം. അവിടെയാണ് ഖുർആൻ എന്ത് ചെയ്തത്? പക്ഷികൾ അല്ലാഹുവിനെ നമിക്കുക, പക്ഷികൾ അല്ലാഹുവിനെ നിസ്കരിക്കുക, അവന്റെ തഖ്ദീറനുസരിച്ച് അവ പറക്കുക, അവനെ തസ്ബീഹ് ചെയ്യുക. നിങ്ങൾ എന്തിനാ പക്ഷിയെ ഭയപ്പെടുന്നത്? പക്ഷി തന്നെ ആരെയാ ഭയപ്പെടുന്നത്? അല്ലാഹുവിനെ. അവ എപ്പോഴും അബദ്ധങ്ങളെ ഖുർആൻ തിരുത്താം. മനസ്സിലായോ പറഞ്ഞത്? അപ്പോഴല്ലാതെ ഒരു പക്ഷിശാസ്ത്രത്തെ കൊണ്ടുവരല് ഖുർആന്റെ ലക്ഷ്യമല്ല. അതിൽ അബദ്ധങ്ങളെ ഖുർആനും ഹദീസും തിരുത്തിയിട്ടുണ്ട്. പിന്നെ മനുഷ്യനെ സ്വൈരമായി ചിന്തിക്കാൻ അവസരം കൊടുക്കും. ആ റൂട്ടിൽ അവൻ ചിന്തിക്കും. ആ റൂട്ട് ചിന്തിച്ചാൽ മതി. അബദ്ധം വരാം, തെറ്റ് വരാം, ശരി വരാം, അത് പ്രശ്നമല്ല. റൂട്ട് തെറ്റാൻ പാടില്ല. റൂട്ട് കൊടുക്കലാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കും. പിന്നെ والقمر قدرناه منازل لا الشمس ينبغي لها أن تدرك القمر لا الشمس ينبغي لها സൂര്യന് സാധിക്കുകയില്ല, അതിന് യോജിച്ചതല്ല, അതിന് സാധിക്കുകയില്ല. അൻ തുദ്രിക്കൽ ഖമറ, ചന്ദ്രനെ കണ്ടെത്തിക്കാൻ. അതായത് അതായത് ചന്ദ്രൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ പൊടുന്നനെ ആരും വരില്ല, സൂര്യൻ വരില്ല. ലോകത്തൊരു കൃത്യമായ വളരെ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഇത്ര അകലത്തിൽ സൂര്യനും ചന്ദ്രനും ചലിക്കുക. ഒന്ന് രാത്രിയിലെ നക്ഷത്രം, ഒന്ന് പകലിലെ നക്ഷത്രമാണ്. ആ രൂപത്തിലെ സംവിധാനങ്ങൾ അള്ളാഹു അതൊരിക്കലും ഉണ്ടാവില്ല. ഒരാൾ മറ്റേ ഇരിപ്പിടത്തിലേക്ക് കയറൂല. അപ്പോൾ ആകാശഗോളങ്ങളിൽ എന്തുണ്ടാവില്ല? ഒരിക്കലും സ്ഥാനം തെറ്റൂല. മനസ്സിലായോ? അതിൽ അള്ളാഹുത്തല പ്രകൃതി വസ്തുക്കൾക്കിടയിൽ അള്ളാഹുത്തല നീതിയെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് പറഞ്ഞത്. അത് അർ-റഹ്മാനിൽ ഒരു സൂചനയുണ്ട്. എന്ത്? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഉസ്മാൻ ഒരു കണക്കനുസരിച്ചാണ് അത് വരുന്നത്. പിന്നെ
വസ്തുക്കൾ. സമാഇന് മൊത്തം എന്തല്ല അർത്ഥം? മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സമാഇന് മൊത്തം എന്തല്ല? ആകാശം. മുകളിലുള്ളതിന് മൊത്തം എന്ത് പറയും? സമാ എന്ന് പറയും. അൻസല മിനസ്സമാഇ ആകാശത്ത് നിന്ന് മഴ പെയ്തുകൊണ്ടല്ല, മുകളിൽ നിന്ന് പെയ്യുന്ന. സമാവാത്ത് എന്നതിന് എന്ത് മാത്രമേ പറയുള്ളൂ? ആകാശം. സമാഇന് രണ്ടർത്ഥത്തിലും പറയും. ആകാശത്തിനും സമാ എന്ന് പറയും, ഉപരിതലത്തിലുള്ളതിനും എന്ത് പറയും? സമാ എന്ന് പറയും. നിങ്ങൾ പറഞ്ഞ മുകളിലുള്ള വസ്തുക്കളെ അള്ളാഹു ഉയർത്തി വെച്ചു. അതിനിടയിൽ അള്ളാഹു ത്രാസിനെ സ്ഥാപിച്ചു. ത്രാസിനെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ത്രാസല്ല, പകരം എന്താണ്? ഒരു നീതിയുടെ നിയമം. ഇന്നാലിന്നത് ഇന്നാലിന്റെ ഭ്രമണപദം, ഇന്നാലിന്നത് ഇന്നാലിന്റെ സമയത്ത് ഉദിക്കുക, ഇന്നാലിന്നത് ഇന്നാലിന്റെ സമയത്ത് അസ്തമിക്കുക, ഇന്നാലിന്നതും ഇന്നാലിന്റെ ഗോളവും തമ്മിൽ ഇത്ര അകലത്തിൽ നിലകൊള്ള. ഇത് ആര് സ്ഥാപിച്ചതാണ്? അല്ലാഹു. ഒരു കൃത്യതയിൽ നടന്നു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ദീറാണ്. ഇത് പഠിപ്പിക്കലാണ് ഇവിടെ ലക്ഷ്യം. ഈ പ്രകൃതിയിലെ നിസ്സാര വസ്തു മുതൽ ഈ പരമാണ്ഡ ഗോളങ്ങൾ വരെ ആ കൃത്യതയിൽ നിന്ന് ഒരു അളവ് തെറ്റൂല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇത് പറഞ്ഞത്. രാത്രി സൂര്യൻ ഒരിക്കലും ഒരു കള്ളന് പേടിക്കേണ്ടതില്ല. കള്ളനും റഹ്മാനായ റബ്ബ് എന്നെ എന്തെങ്കിലും തടയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. അള്ളാഹു പറഞ്ഞ റഹ്മാനുമാണല്ലോ. റഹ്മാൻ എന്ന അർത്ഥം എന്താ? റഹ്മാനിന്റെ മകനെന്താടോ? ഭയപ്പെട്ടോനോ? ഭയപ്പെടാത്തോനോ? പാരിപ്പെട്ട് കള്ളം പറ്റൂ. അൽഹംദുലില്ലാ. അപ്പൊ കള്ളന് വൈകുന്നേരം ഇറങ്ങുന്ന നേരത്തെ എന്താ പറഞ്ഞ റബ്ബേ, കരിവേല 2-3 ദിവസമായിട്ട് കടം വാങ്ങി തേച്ചതാണ്. ആ കരിവേൽ കടം വാങ്ങിയതാണ്. പിന്നെ കരിവേൽ കഴുകിക്കളയാനുള്ള സോപ്പും കടം വാങ്ങിയതാണ്. ഒന്നും കിട്ടിയില്ല. ഇന്നെങ്കിലും ഒന്നും തടയണേ പടച്ചോനെ പറഞ്ഞാണ് ആരിറങ്ങണത്? കള്ളാണ്. അപ്പൊ എന്തെങ്കിലും കള്ളനും കിട്ടണല്ലോ. കാരണം അള്ളാഹു ആരാ? റഹ്മാനാ. വഴിപ്പെട്ടവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും കൊടുക്കും. അള്ളാഹു റഹ്മാനാ. എല്ലാവർക്കും അള്ളാഹു റഹ്മാനാ. എല്ലാവരും അള്ളാഹിനോട് പറയും അള്ളാഹ്. അപ്പൊ കള്ളൻ ഒരിക്കലും പേടിക്കേണ്ടയില്ല. നട്ടപ്പാതിരക്ക് സൂര്യക്ക് പേടിക്കേ വേണ്ട. അതിന് കൃത്യമായി വളരേണ്ടത് ഒരിക്കലും ഒരിക്കൂല. അതാണ് ലക്ഷം സ്വയംബഹില അന്തരിക്കൽ കമർ. പകൽ രാത്രി പകലിനെ മുൻകടക്കുകയുമില്ല. നട്ടുച്ച നേരത്തെ ഇരുട്ടായി. സൂര്യനെ മറക്കുന്ന രീതി വാനത്തിൽ വന്നാൽ നമ്മൾ അതിനെ ഗ്രഹണം എന്ന് പറയും. അല്ലാതെ എന്താവല്ല, രാത്രിയാവല്ല, ഗ്രഹണം ബാധിക്കാം. അത് പകലിലുണ്ടാവുന്ന ഗ്രഹണ. അത് സാന്ദർഭികമായി കുറച്ചേ ഉണ്ടാവുള്ളൂ. സെക്കൻഡുകൾ, മിനിറ്റുകൾ ഗ്രഹണം നീങ്ങിപ്പോവും. മനസ്സിലായില്ല? ഒരിക്കലും പകലിൽ എന്തുണ്ടാവില്ല? പകൽ രാത്രി ഉണ്ടാവില്ല, രാത്രി പകലുണ്ടാവില്ല. രാത്രി സൂര്യൻ ഉദിക്കൂല, പകൽ രാത്രി ആവില്ല ഒരിക്കലും. അതൊക്കെ അതിന്റെ കൃത്യമായ വളയില്ല. പിന്നെ ഗോളശാസ്ത്രം പഠിച്ച ഒരാൾക്ക് 1000 കൊല്ലത്തിന് മുമ്പ് ഇന്നാലിന്ന ദിവസം ഏത് സമയത്താണ് സൂര്യൻ ഉദിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി അയാൾക്ക് പറയാൻ കഴിയും. ഇന്നൊരു 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പ്രകൃതി നിലനിൽക്കുകയാണെങ്കിൽ 1000 കൊല്ലം കഴിഞ്ഞിട്ട് ജനുവരി 1-ന് എത്ര മണിക്കാ സൂര്യൻ ഉദിക്കാന്ന് ചോദിച്ചാൽ ഒരു നല്ല ഗോളശാസ്ത്രം അറിയുന്ന ഒരാൾക്ക് മിനിറ്റ് കൊണ്ട് അയാള് എഴുതി നോക്കി കൂട്ടിയിട്ട് കൃത്യം പറഞ്ഞുതരും. ഇത്ര മിനിറ്റിനായിരിക്കുന്നു. അത് അയാളെ കറാമത്തല്ല. ഈ വസ്തുക്കൾക്ക് അതിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള നീതിയുടെ ഒരു നിയമം. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മുൻകടക്കൂല. മനസ്സിലായില്ലേ? ഈ പ്രകൃതി. അപ്പൊ ഈ പ്രകൃതിയിൽ കാണുന്ന ഈ നിയമങ്ങളെല്ലാം പ്രകൃതിദത്തമായി ഉണ്ടായതല്ല. ആരുടെ നിശ്ചയമാണ്? അള്ളാഹു നിശ്ചയമാണ്. എല്ലാത്തിനും അവന്റെ നിശ്ചയമുണ്ട്. എല്ലാത്തിനും അവന്റെ നിയമങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നോക്ക് ആയത്തിലേക്ക് നോക്ക്. ചന്ദ്രനെ കണ്ടെത്താൻ സൂര്യന് കഴിയൂല. അതായത് നട്ടപ്പാതിരക്ക് ഒരിക്കലും സൂര്യൻ ഉദിക്കൂല. പകലിന് നിശ്ചയിച്ച സമയം തീരുന്നതിന് മുമ്പ് രാത്രി വരൂല്ല. അതങ്ങനെ തന്നെയാണ്. അതായത് കൃത്യമായ സമയത്തെ രാത്രി വരൂ തന്നെ ആയിരിക്കും. അതായത് സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ കാര്യം അങ്ങനെയല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം തന്നതുകൊണ്ട് എത്ര മണിക്കാ ക്ലാസ് തുടങ്ങുക? 8:30 മണി എന്ന്. ഞാൻ 8:30 മണിക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 2-3 മനുഷ്യന്മാർ ഇരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്. മനസ്സിലായില്ല? പിന്നെ ഞാനിവിടെ ഇരുന്ന് ക്ലാസ് തുടങ്ങിയത് 2-3 ആളെ മുന്നിലാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ തുടങ്ങിയത്. മനസ്സിലായില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ഇത് തുടങ്ങിയത്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇത് തുടങ്ങേണ്ട ക്ലാസ് എപ്പോഴാ?
8:30. പിന്നെ എന്റെ നിങ്ങൾ നേരം വൈകിയും 8:30 എന്ന് പറഞ്ഞിട്ട് ഞാനും 8:30 വരുള്ളൂ. ഞാൻ 8:45 നിങ്ങൾ 8:50 അതാണ്. അല്ലാതെ നിങ്ങൾക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സംഗതി അങ്ങനെയാണ്. ഈ പരിപാടി എന്തിനില്ല? സൂര്യൻ എപ്പോഴാ വരിക? ഇപ്പോഴത്തെ സൂര്യനല്ലേ, വരുമ്പോ വരും, അപ്പം വരില്ല. അത് ഖിയാമത്ത് നാൾ വരെ എത്ര സമയത്തിന് കൃത്യത പറയാൻ കഴിയും? ചന്ദ്രൻ എപ്പോഴാ വരിക, രാത്രി എപ്പോഴാ വരിക, കൃത്യത പറയാൻ കഴിയും. അത് ഓരോ നാട്ടിലും അതടുത്ത് അവിടുത്തെ ശാസ്ത്രം അനുസരിച്ച് പറയാൻ കഴിയും. രാത്രി 9:30 മണിക്കാണ് പിന്നെ യൂറോപ്പിൽ ഈ കൊല്ലം 9:30 മണിക്കാണ് യൂറോപ്പിൽ മഗ്‌രിബിന് പങ്കെടുത്തൊരു നോമ്പിന് 9:30 മണി. 4:30 മണിയാകുമ്പോഴും സുബൈന് പങ്ക് കൊടുക്കും. അതായത് മഗ്‌രിബും ഇശായും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നേരം പോയപ്പോ എന്തായി? സുബൈ കുറഞ്ഞ നേരം. ഇങ്ങോട്ട് നോമ്പ് വെച്ചു. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ യൂറോപ്പിൽ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ പെരുന്നാൾ പോലെ എന്നാണ്, പെരുന്നാൾ പോലെ നോമ്പ് വെച്ചു. അതിൽ പങ്കെടുത്ത ഒരാളിനോട് പറഞ്ഞു, ഈ കൊല്ലം പോർച്ചുഗലിൽ നടന്ന ഒരുപാട് മൗലിദ് സദസ്സുകളിൽ പങ്കെടുത്ത ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഏകദേശം ഇംഗ്ലീഷ് വീടുകളിലും ഇംഗ്ലീഷുകാരുടെ വീടുകളിലൊക്കെ റബീഉൽ അവ്വലിൽ മൗലൂദ്, ഒന്നിരിക്കൽ ബർസഞ്ചി മൗലൂദ് അല്ലെങ്കിൽ ഷറഫുൽ അനാമി. സാധാരണയായി മങ്കൂസ് കണ്ടില്ല. ഷറഫുൽ അനാമയും ബർസഞ്ചി മൗലൂദും ബുർദയും ഏകദേശം ഇംഗ്ലീഷുകാരുടെ വീടിലൊക്കെ റബീഉൽ അവ്വലിൽ. യൂറോപ്പിലെ കാര്യം പറഞ്ഞത്. യൂറോപ്പിൽ മുസ്ലിമുകളുടെ അഷദ്ദു അദാവത്തുള്ള രാജ്യമാണ് പോർച്ചുഗലിൽ. പോർച്ചുഗലുകാരനാണ് വാസ്കോ ഡി ഗാമ. അയാൾ പിൻഗാമിയാണ് അൽബുക്കർക്ക്. അയാളാണ് നാഹുദ മിസ്കാൽ പള്ളിക്ക് വെടിവെച്ചത്. അയാളാണ് ബഹുമാനപ്പെട്ട പൊന്നാനി പള്ളി കത്തിക്കാൻ വന്നത്. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അഷദ്ദു അദാവത്ത് മുസ്ലിമുകളുടെ ഏറ്റവും ശത്രുതയുള്ള രാജ്യക്കാരാണ് ആര്? ആ പോർച്ചുഗലിൽ പോലും അള്ളാഹുവിന്റെ ദീനിനുണ്ടായ വ്യാപനം, അവിടെയുള്ള വികാസം എത്രയാണ്! അള്ളാഹു തആല അതിന്റെ ആ ഇജ്ജത്തിനെയും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ആ നാടുകളെല്ലാം ഇസ്ലാം. ഞാൻ പറയാൻ കാരണം അവിടെയൊക്കെ ഇസ്ലാം ഉണ്ട്, അവിടെയൊക്കെ മഗ്‌രിബും ഇശായൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പൊ ആ ആളുകൾക്ക് അതിന്റെ കൃത്യത നോക്കി നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട്? സൂര്യനും ചന്ദ്രനും പകലിനും രാത്രി കൊണ്ടുകൊണ്ട് കൃത്യത ആര് നിശ്ചയിച്ചു? അള്ളാഹു. അത് കൃത്യത തന്നെയാണ്. അതിനാണ് അള്ളാഹു തആല അതിൽ കൃത്യത വെച്ചിട്ടുണ്ട്. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നെ الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സബ്ഹി എന്ന വാക്കാണ് ഇതിന് ഖുർആൻ കൊണ്ടുവന്നത്. ഓരോ വസ്തുക്കളും അതതിന്റെ ഭ്രമണപഥത്തിൽ അതത് ഓരോന്നും സബ്ഹി ചെയ്യുന്നു. സബ്ഹി എന്ന് പറഞ്ഞാല് നീന്തുക എന്നാ. സത്യത്തിൽ സ്പേസിൽ ഗോളങ്ങൾ നീന്തുക എന്നതാണ് ആസ്ട്രോണമിയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. എന്തല്ല, ചലിക്കല്ല, പകരം നീന്തുക. ആ വാക്കാണ് 1400 കൊല്ലം മുമ്പ് ഖുർആനായി ഇറങ്ങിയത് മുത്തുനബിയുടെ വായിലൂടെ. പുണ്യ മുഹമ്മദ് മുസ്തഫ ആടുമേച്ച് നടന്ന വിവരല്ലാതെ ഒന്നുമില്ലാത്ത മനുഷ്യന്റെ വായിലൂടെ അള്ളാഹു നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ ഇൽമ്, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം മുത്തുനബിക്ക് വിജ്ഞാനം കിട്ടിയെന്നുള്ളത്. പുണ്യ മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഈ യതീമായ മനുഷ്യന്, ഈ നിരക്ഷരന് കിട്ടിയ വിജ്ഞാനമാണ്. ഇതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് ലോകത്ത് ഇല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതെന്നാണ് പറയുന്നത്? 1400 കൊല്ലം മുമ്പ് പുണ്യ മുഹമ്മദ് മുസ്തഫ സുബ്ഹി എന്ന വാക്കാ പറഞ്ഞത്. നീന്തുക. ഇപ്പോൾ ആസ്ട്രോണമി അത് കണ്ടുപിടിച്ചു. സ്പേസിൽ ചലനല്ല, സ്പേസിലുള്ളത് നീന്തല. ഒക്കെ ഗോളങ്ങൾ നീന്തുക. ചിന്തിക്ക്, ഓരോ പദങ്ങളുണ്ട്. ആ പദങ്ങൾ നോക്കിയിട്ട് മുസ്ലിമായ ആളുകളുണ്ട്. ആ പദങ്ങൾ പോലും കൃത്യതയിരിക്കും. ഓരോ പദങ്ങളുണ്ട്, ഖുർആൻ കൊണ്ടുവന്ന പദങ്ങൾ. ആ പദങ്ങൾ ഇസ്ലാമിയത്തിനെ സഹായിച്ചിട്ടുണ്ട്. ആ കണ്ട മനുഷ്യന്മാർ ഉടനെ കെലിമയല്ലോ. അങ്ങനെയല്ലേ ഇന്നായത്തിനാക്കൽ കൗസർ ഇറങ്ങിയപ്പോൾ ലബീദ് റബിയ മുസ്ലിമായി. എന്തുകൊണ്ട് മുസ്ലിമായി? ലബീദിന് വിവരമുണ്ട്. ലബീദ് മനസ്സിലാക്കി മാഹുവ ഖൗലുൽ ബശരി, ഇങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. ലബീദ് ആരായിരുന്നു? ലബീദ് ആ കാലഘട്ടത്തിലെ ആസ്ഥാന കവിയ, അറബ് ലോകം കണ്ട ഏറ്റവും വലിയ കവിയാണ് ലബീദ്. ആ കാലത്ത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഖുർആൻ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ അറബ് കവിയാണ് ആര്? ലബീദ്. ഇന്നായത്തിനാക്കൽ കൗസർ ഇറങ്ങിയപ്പോൾ അത് മുസ്ലിമായി. കാരണം ഒരിക്കലും മനുഷ്യൻ ഇങ്ങനെ പറയാനേ കഴിയില്ല എന്നയാൾ സമർത്ഥിച്ചു. ഉടനെ കെലിമയില്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിവരമുണ്ട്. അപ്പൊ എന്നതുപോലെ ഈ വിജ്ഞാനം പഠിച്ച മനുഷ്യന്മാർ പലരും മാറും. ഈ വിജ്ഞാനം മനുഷ്യനെ ചെവിയിലെത്തി അവർ മാറും. കാരണം അതിന്റെ ഭാഷയുടെ കൃത്യത, അത് ആ ഭാഷ തന്നെ പഠിക്കണം. ആ ഭാഷ പഠിച്ച് മനസ്സിലാക്കുമ്പോഴേ
അതൊക്കെ അതിന്റെ നേരിലേക്ക് എത്താൻ കഴിയുള്ളൂ. ആ ഭാഷ അതിന് കൊണ്ടുവന്ന ഖുർആൻ കാണിച്ചിട്ടുള്ള കൃത്യത. പരിഭാഷക്കാരനൊക്കെ അബദ്ധം വരും, ഒരിക്കലും ഭാഷയിൽ അബദ്ധം വരില്ല. അതതിന്റെ അത്ര വലിയ കൃത്യതയിലാണ് ഖുർആൻ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്ക് നോക്കൂ. നിങ്ങൾ ഒരു അധ്യായമാണ് അൽ ഹദീദ്, ഖുർആനിലെ ഒരു അധ്യായമാണ് അൽ ഹദീദ്. സ്വർണം എന്ന പേരിൽ ഒരു അധ്യായം ഖുർആനിലില്ല, ഇരുമ്പ് എന്ന പേരിൽ ഒരു അധ്യായം ഉണ്ട്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് അൽ ഹദീദ്. അൽ ഹദീദ് എന്ത്? എന്ത്? സ്വർണം എന്ന പേരിൽ അധ്യായം ഖുർആനിലില്ല. എന്ത്? 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 നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഏത് ചവിട്ടിയാ ഇംഗ്ലീഷുകാർക്ക് സോറി എന്ന് പറഞ്ഞാൽ മതി. എന്നതുപോലെ നിങ്ങൾക്ക് ആകെ ഒരു ഉപകാരമുള്ളതാണ് എന്ത്? പറയും കുട്ടികളെ, വേഗം പറയും. ഖുർആനിൽ ഇരുമ്പ് എന്ന പേരിൽ ഒരു അധ്യായം ഉണ്ട്, സ്വർണം എന്ന പേരിൽ ഒരു അധ്യായം ഇല്ല. എന്തുകൊണ്ട്? പുരോഗതിയുടെ ലോഹം ഇരുമ്പാണ്, പുരോഗതിയുടെ അടിസ്ഥാനവും ഇരുമ്പാണ്. ഇക്കാണുന്നത് ഈ എല്ലാം ഇരുമ്പാണ്. മൂല്യക്കാരുടെ കുപ്പായത് ഇരുമ്പിന്റെ ഉപകരണം സഹായിച്ചുകൊണ്ടാണ്. ഈ കുപ്പായത്തിന് മൂല്യക്കാക്ക കൊടുക്കച്ചത് പറയടാ, വിജയെങ്കിലും പറയാ. ഇതിൽ ഇരുമ്പിന്റെ ഫാക്ടറി ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇതിന്റെ നൂല് ഇരുമ്പിന്റെ ഫാക്ടറിയുടെ സഹായത്താൽ ഉണ്ടായതാണ്. പിന്നെ അതിന് ടൈലർ ഇത് കയറ്റിയത് ഇരുമ്പിന്റെ സഹായം കൊണ്ടാണ്. അപ്പൊ ഇത് ഇങ്ങനെ അതിന് എത്ര വട്ടം ഇരുമ്പ് സഹായിച്ച് ഇത് ഇങ്ങനെ ആക്കിയത്. ഇത് ഏതോ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഗ്ലാസാണ്, പക്ഷെ ഈ പരുവത്തിലാക്കിയത് ഇരുമ്പിന്റെ ഫാക്ടറിയിലാണ്. ഇതിങ്ങനെ ആക്കിയത് പറയടാ ഇരുമ്പാണ്. ഇതിങ്ങനെ ആക്കിയത് ഇരുമ്പാണ്. ഇതിങ്ങനെ ആക്കിയത് ഇരുമ്പിന്റെ ഫാക്ടറിയിലാണ്. ഇത് ഇങ്ങനെ ആക്കിയത് എന്തൊക്കെയോ ലോഹങ്ങളുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ ആക്കിയത് ഇരുമ്പിന്റെ ഫാക്ടറിയിലാണ്. എല്ലാം പുരോഗതിയുടെ പുരോഗതി അടിസ്ഥാനം ഇരുമ്പാ, നല്ല ഇരുമ്പാ. അസ്ലൻ മൂപ്പര് ഉണ്ട് ആര്? ഇരുമ്പ്. പിന്നെ സിമന്റിനെ സിമന്റ് ആക്കിയത് ഇരുമ്പാണ്. കല്ലിനെ കല്ലാക്കിയത് കല്ലവിടെ ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ 1.5 ഇഞ്ച് 1/2 ഇഞ്ച് ഇതൊക്കെ ആക്കി മാറ്റിയതാരാ? പറയടാ ഇരുമ്പ്. എല്ലാം ആക്കിയത് എല്ലാം ഇത്. ഈ സിജാദ് ഈ പടം ഉണ്ടാക്കിയത് ഇരുമ്പിന്റെ ഫാക്ടറിയില. ഇതിങ്ങനെ ആക്കിയത് ഇരുമ്പാ, ഇതിരുമ്പാ, ഇതെല്ലാം ഇരുമ്പാ. ലോകത്തെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം ഇരുമ്പാ. സ്വർണം കൊണ്ട് ഒരു ഉപകാരമില്ല. സ്വർണം ഇരുമ്പ് നോക്കിയാൽ പാവം ലോഹമാണ് സ്വർണം. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ കഴുത്ത് കിടക്കാൻ അല്ലാതെ ഒരു ഉപകാരം അതിനില്ല. പാവാണ്. ഒരു പാവപ്പെട്ട ലോഹത്തിന് വല്ലതും കൊടുക്കാൻ നേർച്ചയാക്കിയാൽ സ്വർണത്തിന് കൊടുക്കണം. പാവാണ്. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ കഴുത്ത് കിടക്കൽ മാത്രമല്ലേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് അവര് സമ്മതിക്കൂലെങ്കിലും മുത്തരവി പറഞ്ഞിട്ടുണ്ടല്ലോ, കുന്നനാക്ക് സത്യാക്കലും പെണ്ണിന് ബുദ്ധി വളരെ കുറവാണ്. അല്ലെ സറ? അതാണല്ലോ സത്യം. ഇരുമ്പ് അങ്ങനെയല്ല. ഇരുമ്പ് ആരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇരുമ്പ്. ഇരുമ്പിനെ വഹയിനോട് ഉപമിച്ചു. ഇരുമ്പിനെ നാം ഇറക്കുകയും ചെയ്തു. ആത്മാവിനെ പരിപോഷിപ്പിക്കാനുള്ള വഹി ഭൂമിയിലേക്ക് ഇറങ്ങിയതാം. പ്രകൃതിയെ പുരോഗതിപ്പെടുത്തിയ ഇരുമ്പും ഇറങ്ങിയതാം. അവ രണ്ടെണ്ണം ഇറങ്ങിയതാം. ഇക്കാണെല്ലാം ഉണ്ടായതാം. വഹയും ഇറങ്ങി, ഇരുമ്പിറങ്ങി. ഇരുമ്പ് ഭൂമിയുടെ ഗോളമല്ല, ഇരുമ്പ് ഭൂമിയുടെ ലോഹമല്ല, മറ്റൊരു ഗോളം. ഇരുമ്പിന്റെ ഒരു ഗോളത്തിൽ ഭൂമിയിൽ ലയിച്ചതാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد ഇരുമ്പിനെ നാം ഇറക്കി. ഇരുമ്പ് ഉപയോഗിക്കണം മനുഷ്യനെ ഭൂമിയിൽ മുളപ്പിച്ചു. ഭൂമിയിൽ നാം നിങ്ങളെ മുളപ്പിച്ചു. മാന്റെ ഗർഭപാത്തിൽ മുളച്ചിട്ടാണ് ഞാനും ഇയ്യും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് ഭൂമിയിൽ മുളച്ചല്ല, ഇറക്കിയതാണ്. ഇരുമ്പിനെ നാം ഇറക്കി, വഹി ഇറക്കി, ഇൽമിറക്കി. ആത്മാവിന്റെ പുരോഗതിയുടെ അടിസ്ഥാനവും ഭൗതിക പുരോഗതിയുടെ അടിസ്ഥാനവും ഇൽമാണ്. ആ ആത്മാവിനെയും ഭൗതികതയെയും സമന്വയിപ്പിച്ച് ലോകത്ത് പുരോഗതി ഉണ്ടാക്കേണ്ടത് ആരാണ്? ഇരുമ്പ. ഇരുമ്പിനെയും അള്ളാഹു തആല മുകളിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പൊ ഖുർആൻ എന്തൊരു വിചിത്രമായ വിജ്ഞാനമാണ്. ഭയങ്കരല്ലേ? ഈ ഒരൊറ്റ
മതി ഏതൊരു സയന്റിസ്റ്റിനും മുസ്ലിം ആകാൻ ഒറ്റായിട്ട്. فيه بأس شديد ومنافع للناس. എന്നാ ഒരു ഇരുമ്പിന്റെ കച്ചവടം ആ മനുഷ്യനില്ല. മുത്ത റസൂലിന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യൻ ഒരു ഇരുമ്പിന്റെ ഫാക്ടറി സന്ദർശിച്ചിട്ടില്ല. പുണ്യ റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മനുഷ്യൻ സമുദ്രയാത്ര ചെയ്തിട്ടില്ല. മുഹമ്മദ് ഒരു കപ്പലിൽ മുഹമ്മദ് നബി യാത്ര ചെയ്തിട്ടില്ല. ആ മനുഷ്യനാണ് ഭൂമി സമുദ്രത്തിലെ മഹാത്ഭുതങ്ങളൊക്കെ പറഞ്ഞു. പുണ്യ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ വിജ്ഞാനാണ്. അത് പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ ദാനമാണ്. അള്ളാഹു ഇജ്ജത്തിനെ നിലനിർത്തി തരട്ടെ. അള്ളാഹു ഇജ്ജത്തിനെ നിലനിർത്തി ചിന്തിക്കുക. ഇതുവരെ നമ്മൾ പഠിച്ചത് ഖുർആന്റെ ഖൽബാകുന്ന യാസീനിൽ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തും അവന്റെ ജലീയത്തും ബാഹിറത്തുമായ അവന്റെ ഖുദ്റത്തുകളിലേക്കുള്ള മനുഷ്യനിൽ നൽകുന്ന സൂചനകളുമാണ്. ഇതിൽ അവൻ അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ ചിന്തിക്കണം, അവന്റെ മഹത്വത്തെ ചിന്തിക്കണം, അവന്റെ കഴിവിനെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹ്യങ്ങളിലും അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലേക്ക് ചേർക്കട്ടെ, സാലിഹ്യങ്ങളിലേക്ക് ചേർക്കട്ടെ. 10 മിനിറ്റ് നേരത്തെ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്ന ഒരു യാത്ര ഉണ്ട്. അതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് നേരത്തെ തുടങ്ങിയതും നേരത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. 8:30 മണിക്ക് നിങ്ങൾ ഇവിടെ എത്തണം. ഈ സുബഹി നേരം വൈകുന്നതുകൊണ്ടാണ് എൻ്റെ ചെറിയ ഉണ്ടാവുന്നത്. ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഇവിടെ മരിച്ചോടത്തോ ജനിച്ചോടത്തോ എവിടെയെങ്കിലും ഒന്ന് പോയി അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്താം. നിങ്ങൾ നേരം വൈകാൻ പാടില്ല. നിങ്ങളിതിൻ്റെ കൃത്യതയിൽ തന്നെ എത്തിച്ചേരണം. എല്ലാവരും ഒരു 10 പേര് ബുർദ ചൊല്ല ദുആ ചെയ്യാം. പിന്നെ ചൊല്ലേ
طلحة وأبي عبيدة وبنيع في ناشر الكرم يا رب بالمصطفى واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى واسع الكرم يا رب بالمصطفى يا واسع الكرم مولا كلهم واغفر إلهي لكل للمسلمين بما يتلون في المسجد الأقصى وفي الحرم الخلق كلهم بجاه من بيته من طيبة حرام واسمه قسم من أعظم القسم فهذه بردة المختار قد ختمت والحمد لله في بدء وفي ختم أبياتها قد أتت 60 مع 100 فرج بها كربنا يا واسع الكرم الخلق كلهم صلاة وتسليم